നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ വിവാദ കെട്ടിട നിർമ്മാണം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. നിർമ്മാണം അനധികൃതമാണെന്ന സർക്കാർ നിലപാട് കൂടി പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. UDF നിയന്ത്രണത്തിലുള്ള മൂന്നാർ ഗ്രാമപഞ്ചായത്ത് കെട്ടിടം നിർമ്മിച്ചത് 2010 കോടതി ഉത്തരവ് ലംഘിച്ചാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. മൂന്നാറിലെ അനധികൃത നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഉപഹർജിയും മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം അനധികൃതമാണെന്ന് ചൂണ്ടിക്കാട്ടി CPI നേതാവ് YM ഔസേപ്പ് നൽകിയ പൊതുതാൽപര്യ ഹർജിയും പരിഗണിച്ചാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം അനധികൃതമാണെന്നും 2010 കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. 2010 കോടതി ഉത്തരവനുസരിച്ച് ഗ്രാമപഞ്ചായത്ത് സബ് കളക്ടറിൽ നിന്നും എതിർപ്പില്ലാ രേഖ വാങ്ങേണ്ടതായിരുന്നു. എന്നാൽ സബ് കളക്ടറുടെ NOC ഇല്ലാതെ തന്നെ ഗ്രാമപഞ്ചായത്ത് അധികൃതർ നിർമ്മാണം ആരംഭിച്ചു. റവന്യൂ അധികൃതർ നൽകിയ സ്റ്റോപ്പ് മെമ്മോ പഞ്ചായത്ത് അവഗണിച്ചതായും നിയമം നടപ്പിലാക്കാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ തടഞ്ഞുവെന്നും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതി അറിയിച്ചു. കണ്ണൻദേവൻ കമ്പനിയിൽ നിന്നും പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് ഗ്രാമപഞ്ചായത്ത് കെട്ടിട നിർമ്മാണം നടത്തിയത്. അത് പാട്ടക്കരാറിന് ലംഘനമാണെന്നും പാർക്കിംഗ് അനുവദിച്ച ഭൂമിയിലാണ് പഞ്ചായത്ത് കെട്ടിടം നിർമ്മിച്ചതെന്നും കമ്പനി അധികൃതർ വാദിച്ചു. ഹർജികളിൽ വിശദമായ വാദം പിന്നീട് കേൾക്കുമെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി വിവാദ കെട്ടിട നിർമ്മാണം താത്കാലികമായി തടഞ്ഞത്. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് നൈറ്റ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ CR നീലകണ്ഠൻ, പരിസ്ഥിതി പ്രവർത്തകൻ KN ഗോപിനാഥ്, CPIM, ഒപ്പം തന്നെ മുഹമ്മദ് ഷിയാസ്, കോൺഗ്രസ് എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം KN ഗോപിനാഥിലേക്ക്. ശ്രീ KN ഗോപിനാഥ്, മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ വിവാദ കെട്ടിട നിർമ്മാണം ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. അതിനിടയിൽ സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചൊരു നിലപാടിൽ S രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ എതിർകക്ഷികളാക്കിക്കൊണ്ടാണ്. S രാജേന്ദ്രനെ ഈ വിഷയത്തിൽ CPIM പൂർണ്ണമായും കൈവിട്ടോ? രാജേന്ദ്രൻ CPIMന്റെ പ്രതിനിധിയാണ്, CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, അദ്ദേഹം MLA ആണ്. കൈവിടേണ്ട പ്രശ്നമില്ല. രാജേന്ദ്രൻ ഭാഗത്ത് ഒരു എടുത്തുചാട്ടമോ അല്ലെങ്കിൽ MLA എന്നുള്ള നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിലപാടെടുക്കേണ്ടതിലോ വന്ന പെശക് രാജേന്ദ്രൻ്റെ പാർട്ടി അവിടെ പരിശോധിച്ച് രാജേന്ദ്രനോട് വിശദീകരണം ആവശ്യപ്പെട്ട് തിരുത്തിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെ ഒരു തരത്തിലുള്ള നിർമ്മാണവും പ്രോത്സാഹിപ്പിക്കാൻ കഴിയണതല്ലല്ലോ. പ്രത്യേകിച്ച് മൂന്നാർ പോലൊരു സ്ഥലത്ത് നിലവിൽ 2010 ഹൈക്കോടതിയുടെ ഒരു നിയന്ത്രണം, ഒരു നിരോധനം ഉള്ള സന്ദർഭത്തിൽ മൂന്നാർ മാത്രമല്ല അവിടുത്തെ 7ഓളം താലൂക്കുകളിൽ ഒരു തരത്തിലുള്ള നിർമ്മാണവും അനുവദിക്കപ്പെട്ടിട്ടില്ല നിലവിൽ. അവിടെ നിരന്തരമായി ഒരു ജനകീയ പ്രക്ഷോഭമൊക്കെ നടന്ന് സമ്മർദ്ദം ചെലുത്തി ഗവൺമെൻറ് ഇടക്കാലത്ത് വെച്ച് ചെറുകിട നിർമ്മാണങ്ങൾ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ചില അനുമതി കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ കോടതി ഉത്തരവ് പറയുന്നത് ഒരു നിയന്ത്രണം അവിടെ നിയമവിധേയമായിട്ടല്ലാതെ ഒരു നിർമ്മാണം അനുവദിക്കാൻ പാടില്ല. നിയമവിധേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമാനുസൃതമായി അപേക്ഷ നൽകി അതിൻ്റെ NOC കിട്ടാതെ ഒരു തരത്തിലുള്ള നിർമ്മാണവും പാടില്ല എന്നാണ്. ഇവിടെ ഈ പർട്ടിക്കുലർ നിർമ്മാണം മൂന്നാറിലെ ഗ്രാമപഞ്ചായത്തിൻ്റെയാണ്. ഗ്രാമപഞ്ചായത്ത് യഥാർത്ഥത്തിൽ രാജേന്ദ്രൻ ആൻസർ പറയുന്നതിനേക്കാൾ കൂടുതൽ അവിടെ ആൻസർ പറയേണ്ടത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ DCC അംഗമാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കറുപ്പസ്വാമി. അതുകൊണ്ട് അവര് ആണ് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഗോപിനാഥ്, അതാണൊരു പ്രശ്നം. കാരണം UDF ഭരിക്കുന്ന പഞ്ചായത്ത്, കോൺഗ്രസിന്റെ പഞ്ചായത്ത്, പക്ഷേ അവിടെയാണ് ഇത്തരത്തിലൊരു അനധികൃത നിർമ്മാണത്തിന് CPIMന്റെ ഒരു MLA സപ്പോർട്ടുമായി നിൽക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ ഈ സർക്കാരിന്റെ സമയത്ത് തന്നെ മൂന്നാർ ഭൂമി കയ്യേറ്റങ്ങൾ നിയന്ത്രിക്കാൻ അവിടെ എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല എന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ കൊടുത്തൊരു റിപ്പോർട്ടുണ്ട് സർക്കാരിന്റെ മുന്നിൽ. അതായത് ഈ കാര്യങ്ങൾ ഇങ്ങനെ അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഈ കക്ഷി ഭേദമന്യേ ഈ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നു. അതിനെതിരായി ഒരു ഉദ്യോഗസ്ഥൻ വന്നാൽ ആ ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇത്തരത്തിൽ അധിക്ഷേപിക്കാൻ ശ്രമിക്കുക എന്നൊരു നിലപാട് സ്വീകരിക്കുമ്പോഴാണ് അവിടെ പ്രധാനമായും ഭരണകക്ഷിക്ക് നേരെ ഇത്തരത്തിൽ ചോദ്യങ്ങൾ വരുന്നത്. ശരിയാണ്. രാജേന്ദ്രൻ MLAയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങൾ അതിര് കടക്കുന്നു എന്നുള്ള ആക്ഷേപം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യത്തിലും ഒരു സ്ത്രീയാണ് രേണുരാജ്, ഒരു സബ് കളക്ടർ എന്നുള്ളത് മാത്രമല്ല, അവർ ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ കൂടി ഒരു പരിഗണന തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. ആരാണെങ്കിലും സാധാരണ മനുഷ്യർക്ക് ചേരുന്ന പദപ്രയോഗം അല്ലാതെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് തന്നെ തെറ്റായതുകൊണ്ടാണ് പാർട്ടി രാജേന്ദ്രനെതിരെ വിശദീകരണം ചോദിക്കുകയും രാജേന്ദ്രൻ്റെ മറുപടി പിന്നീട് പത്രമാധ്യമങ്ങളിൽ വന്നപ്പോൾ അതിനെയും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് വളരെ ശക്തമായി പരസ്യമായി തന്നെ അപലപിച്ചു. രാജേന്ദ്രൻ്റെ മറുപടി പോലും പദപ്രയോഗങ്ങൾ മോശമായിരുന്നു, അതുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല, രാജേന്ദ്രനെതിരെ നടപടി വേണം എന്നുള്ളിടത്താണ് CPIMന്റെ ജില്ലാ കമ്മിറ്റി. നിർമ്മാണ പ്രവർത്തനങ്ങളിലും രാജേന്ദ്രൻ ഈ കാര്യത്തിൽ ഇടപെടുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. അവിടെ NOCക്ക് അപേക്ഷ കൊടുത്തതെന്നാ യഥാർത്ഥത്തിൽ അനുമതി നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത് എന്ന് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 3-ാം തീയതിയാണ്. 3-ാം തീയതിക്ക് ശേഷം 5-ാം തീയതിയാണ് കൊണ്ടുവന്ന് പഞ്ചായത്ത്
ഞങ്ങൾക്ക് അനുവാദം തരണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് തന്നെ യഥാർത്ഥത്തിൽ തെറ്റല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അനുവാദം കിട്ടിയതിന് ശേഷം അല്ലാതെ നിർമ്മാണം നടത്താൻ പാടില്ല എന്നുള്ള സ്റ്റാൻഡാണ് സ്വീകരിക്കുന്നത്. വാദം ദയവായി തുടരുക. ശ്രീ മുഹമ്മദ് ഷിയാസ്, ഇതിൽ കോൺഗ്രസ് ഉത്തരം പറയേണ്ട നിരവധി ചോദ്യങ്ങളുണ്ട്. 2010 ഹൈക്കോടതി വിധിയുണ്ടല്ലോ, അവിടെ ഒരു നിർമ്മാണം നടത്തണമെങ്കിൽ അവിടെ റവന്യൂ വകുപ്പിന്റെ അനുമതി ആവശ്യമാണ്. സ്വന്തമായി നിർമ്മാണം നടത്താൻ പഞ്ചായത്തിന് അനുമതിയില്ല. ഇത്തരത്തിലൊരു സ്ഥലത്താണ് ഇപ്പോൾ ഈ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് വനിതാ വ്യവസായ കേന്ദ്രത്തിന് വേണ്ടി ഒരു നിർമ്മാണം നടത്തുന്നു. ഇപ്പോൾ നിങ്ങൾ രേണുരാജിനെ വളരെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നുണ്ടല്ലോ, പക്ഷേ അവിടെ ആരാണ് ഈ നിയമലംഘനം നടത്തിയത്? കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിലെ അല്ലെങ്കിൽ ആ പഞ്ചായത്ത് അധികൃതരാണ് ഈ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രേണുരാജിനെ പിന്തുണയ്ക്കുകയും ഒപ്പം തന്നെ ഈ അനധികൃത നിർമ്മാണത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു നിലപാട്, ഈ രണ്ട് വള്ളത്തിൽ കാലുവയ്ക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ, ആ സംഭവമാണ് കോൺഗ്രസ് ഇവിടെ അനുവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് തെറ്റാവുക? നിങ്ങൾ പറഞ്ഞത് തീർത്തും വസ്തുതാവിരുദ്ധമാണ്. കാരണം കോൺഗ്രസ് 2 കൊല്ലത്തിലും കാലുകുത്തുന്നില്ല. ഇവിടെ രേണുരാജിനെതിരായി അസഭ്യവർഷം ചൊരിഞ്ഞ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയാണ്, MLA ആണ് ഇവിടെ ഇന്ന് ക്ഷമ ചോദിച്ച് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വനിതാ മതിൽ നിർമ്മിച്ച CPM ഇവിടെ MLAയുടെ അടുത്ത് മാപ്പ് പറയാനും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാനും മുന്നോട്ട് വന്നിരിക്കുന്നു. ഇത് ഈ MLA മാത്രമല്ല, കേരളത്തിൽ CPMൻ്റെ മറ്റ് ഇതര MLAമാർക്കെതിരായി നിരവധിയായിട്ടുള്ള പീഡന ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ CPM എടുക്കുന്ന നയസമീപനങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എത്ര നടപടിയെടുത്താലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്നുള്ളതാണ് ആദ്യത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന മന്ത്രിയും MP-യും MLA-യും ഉള്ള ഒരു സ്ഥലമാണ് ഇടുക്കി. അവിടെ കയ്യേറ്റക്കാരായിട്ടുള്ള MP ഉണ്ട്, കയ്യേറ്റക്കാരനായിട്ടുള്ള MLA ഉണ്ട്. കയ്യേറ്റക്കാർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന സഹോദരനെ കൊണ്ട് ഏക്കർ കണക്കിന് വരുന്ന സ്ഥലം കയ്യേറ്റം നടത്തുന്ന മന്ത്രിയുണ്ട്. അപ്പോൾ കയ്യേറ്റക്കാരെ സംരക്ഷിക്കുവാനായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് ഏത് സബ് കളക്ടർ വന്നാലും, ഇപ്പോൾ ശ്രീറാം വെങ്കിട്ടരാമൻ വന്നു, പ്രേംകുമാർ വന്നു, രേണുരാജ് വന്നു, ഇവർക്കൊന്നും അവിടെ സ്വസ്ഥമായി സമാധാനപരമായി അവർക്ക് നിയമനിർവഹണം നടത്താനുള്ള ഒരു അവസരം കൊടുക്കാത്ത ഒരു പാർട്ടിയും ഒരു ഗവൺമെൻറ്റുമാണിത്. അതല്ലേ ഏറ്റവും അവസാനം ഇത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ചെയ്യുന്ന പ്രവർത്തനത്തെ മറയാക്കി MLA അവിടെ വന്ന് ഒരു സബ് കളക്ടറെ അധിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. കോൺഗ്രസിന്റെ മക്കളിൽ നിങ്ങൾ കയറണ്ട. കോൺഗ്രസിന്റെ ഭരണസമിതി രേണുരാജിനെ അധിക്ഷേപിച്ച വാക്കുകളോട് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയല്ല. ഒരു തരത്തിലും S. രാജേന്ദ്രൻ MLA-യുടെ ആ പരാമർശങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. പക്ഷേ മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ വിവാദ കെട്ടിട നിർമ്മാണം ഹൈക്കോടതി ഇന്നിപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അവസാനം വന്ന വാർത്ത. ശരിയാണ്, രേണുരാജിനെ അധിക്ഷേപിച്ചു, അവരൊരു സ്ത്രീയാണ്, അവരൊരു ഉദ്യോഗസ്ഥയാണ്, അവരെ അധിക്ഷേപിക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചു, അതൊക്കെ തന്നെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ മൂന്നാർ എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ മൂന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ നടക്കുന്ന അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കോൺഗ്രസും പങ്കാളികളാകുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വനിതാ വ്യവസായ കേന്ദ്രത്തിന്റെ നിർമ്മാണം. അതിനാണ് ഇന്ന് ഹൈക്കോടതി സ്റ്റേ നൽകിയിരിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതി അവിടെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥലപരിമിതിയുണ്ട്. പഞ്ചായത്തിൽ മൂന്നാറിൽ സ്ഥലപരിമിതിയുണ്ട്. അവിടെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ വനിതാ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വ്യവസായ കേന്ദ്രം തുടങ്ങുവാൻ മൂന്നാറിന്റെ ടൗണിലുള്ള ബസ് സ്റ്റാൻഡിനോട് അനുബന്ധിച്ചുള്ള അനുബന്ധ പ്രവർത്തനമാണത്. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3 മാസക്കാലമായി അവിടെ ഈ പ്രവർത്തനം തുടങ്ങിയിട്ട് ഈ പണിയുന്ന കെട്ടിടത്തിന്റെ വടക്ക് ഭാഗത്ത് ഇതേപോലെയുള്ള ഒരു കെട്ടിടം പണിത് തീർന്നിട്ടുണ്ട്. ഈ ഏറ്റവും അവസാനം ഉദ്യോഗസ്ഥന്മാർ വന്ന് തടയുന്ന സമയത്ത് ഈ കെട്ടിടം ഏകദേശം 1 മണിക്കൂർ മതി അതിൻ്റെ കോൺക്രീറ്റ് പണികൾ പൂർത്തീകരിക്കാൻ. അത്രയും പണികൾ നടക്കുന്നു. 3 മാസക്കാലമാകുന്നു. ഈ ഉദ്യോഗസ്ഥന്മാർ എവിടെയായിരുന്നു? അതുമാത്രമല്ല, ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള DPCയുടെ അംഗീകാരം വാങ്ങി ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രവർത്തനം ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ. ഇവിടെ എന്തുകൊണ്ടാണ് കോടതിയിൽ പോയത്? റവന്യൂ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും തമ്മിലുള്ള തർക്കം. റവന്യൂ പറയുന്നു റവന്യൂവിന്റെ ഭൂമിയാണെന്ന് പറയുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അവിടെ പ്രവർത്തനം നടത്തുമ്പോൾ റവന്യൂ തടഞ്ഞെങ്കിൽ, അധികാരികൾ തടഞ്ഞെങ്കിൽ അത് ആ നടപടികൾ തീർപ്പാക്കാനുള്ള ഒരു അധികാരം ഈ ഗവൺമെന്റിനുണ്ടല്ലോ. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതി തന്നെയുണ്ട്. ഇത്തരത്തിലുള്ള
ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സമിതി, അത് കോടതിയുടെ കൈകളിലേക്ക് കൊണ്ടുപോയി കോടതി എന്തെങ്കിലും ചെയ്യട്ടെ. കോടതിയുടെ പേരിൽ കോൺഗ്രസിന്റെ തലയിൽ ഇതിന്റെയൊക്കെ ഭാരം ഏറ്റുവാങ്ങുവാൻ കെട്ടിവെക്കുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംശയവുമില്ല. നമുക്കറിയാമല്ലോ, കാലാകാലങ്ങളായി നടന്നു വന്നിരുന്നത് അതൊക്കെ തന്നെയാണ്. വൻകിടക്കാർക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു മണ്ണാണ് മൂന്നാറിലേത്. ഈ 8 വർഷത്തിനിടയിൽ എത്ര ഉദ്യോഗസ്ഥരാണ്? 12 IAS ഉദ്യോഗസ്ഥരാണ് സ്ഥലം മാറിപ്പോയത്. എന്താണ് ഈ മൂന്നാറിൽ സംഭവിക്കുന്നത്? അല്ല, ഇപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞപ്പോൾ ഞാൻ മൂന്നാറുമായിട്ട് കുറച്ചൊക്കെ അടുപ്പുള്ള ഒരാളാണ്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ 8 വർഷത്തിനകം 12 IAS ഉദ്യോഗസ്ഥർ മാറി. സബ് കളക്ടർമാരാണ് എല്ലാം. ദേവികുളം സബ് കളക്ടർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എപ്പോൾ വേണമെങ്കിൽ തെറിക്കാവുന്ന തരത്തിൽ പൂച്ചക്കഴുത്തിലെ കലം എന്ന് പറയുന്ന പോലെയുള്ളതാണ്. നിലപാടെടുത്താൽ സബ് കളക്ടർ തെറിക്കും. 5 ദിവസം ഇരുന്ന് സബ് കളക്ടർ വരെയുണ്ട് മൂന്നാർ. അത് വേറെ കഥ. ഞാൻ പറഞ്ഞത്, ഇവിടെ മൂന്നാറിലെ കയ്യേറ്റത്തിൻ്റെ ചരിത്രത്തിൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അത്ര മോശമാണ് മൂന്നാറിലെ അവസ്ഥ. മൂന്നാർ ഇപ്പോൾ 2010 വിധി പറഞ്ഞു. 2010 വിധി ഏത് ഭൂമിയിൽ പണിതാലും, അത് പഞ്ചായത്തിൻ്റെ ഭൂമിയാവാം, എൻ്റെ സ്വന്തം ഭൂമിയാവാം, പൊതുഭൂമിയാവാം, ഏത് ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനത്തിനും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻകൂർ അനുമതി വേണം എന്നാണ് 2010 വിധി. ആ വിധി ഇതുവരെ ആരും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിട്ടില്ല. ചോദ്യം ചെയ്യാൻ ധൈര്യമില്ല. ചോദ്യം ചെയ്യാൻ പോയാൽ ഇതിലും വലിയ അടി കിട്ടും. അതുകൊണ്ടാണ് പോവാത്തത്. പക്ഷേ ആ വിധി നിരന്തരമായി ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിരന്തരമായി. ഇതിപ്പോൾ ഞാൻ പറയുന്നത് പഞ്ചായത്തിൻ്റെ അല്ല, ഒരു സ്വകാര്യ റിസോർട്ടാണെങ്കിൽ ആരും ഇതിനെപ്പറ്റി മിണ്ടില്ല. രേണുരാജിനെ എടുത്ത് കുളത്തിലിട്ടാലും മിണ്ടില്ല. കാരണം എന്താ വെച്ചാൽ, നമുക്കറിയാം ശ്രീറാം വെങ്കിട്ടരാമനെ, ഇതിപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കുള്ള ഒരു പരിഗണന അവിടെ നിൽക്കട്ടെ, അതിപ്പോൾ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു പോയിന്റ്, ആ കോമൺ പോയിന്റ്, അതിന് ഞാൻ വിടുന്നു. അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ളൊരു വിഷയമുണ്ട്. നമ്മൾ നവോത്ഥാനം പറയുമ്പോൾ റൂൾ ഓഫ് ലോ ആണ് നവോത്ഥാനത്തിൻ്റെ ആദ്യം. ഒരു നിയമം രാജ്യത്തുണ്ടാവുക, ആ നിയമം എല്ലാവരും അംഗീകരിക്കുക. അങ്ങനെയാണ് നമ്മൾ ഒരു ആധുനിക സമൂഹത്തിലേക്ക് വരിക. മൂന്നാറിൽ ചെന്നാൽ ഒരു നിയമം അംഗീകരിക്കില്ല. ഇപ്പോൾ നമുക്ക് ഒരുപാട് കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ്റെ കെട്ടിടം എങ്ങനെയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ അവിടെ നിന്ന് പോകുന്നത്? അദ്ദേഹം വെറുതെ പോയതൊന്നുമല്ല, കുരിശ് പൊളിച്ചിട്ട് പോയതുമല്ല. ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ വിധിച്ച് പൊളിക്കാൻ പറഞ്ഞ 4 കെട്ടിടങ്ങൾ പൊളിക്കാൻ നോട്ടീസ് കൊടുത്തു. ആ കെട്ടിടം ഇപ്പോഴും മൂന്നാറിൽ നിൽക്കുന്നു. ഹൈക്കോടതി ഉത്തരവ് ഇപ്പോഴും മൂന്നാറിൽ നിൽക്കുന്നു, തൊട്ടിട്ടില്ല. പ്രശ്നം അവിടുത്തെ ഹൈക്കോടതി വിധിയോ നിയമമോ ചട്ടമോ ഒന്നുമല്ല. ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് അവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു MM മണിയെക്കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് ഷിയാസിൻ്റെ നേതാവ് AK മണിയും. അവിടെ മണി കൂട്ടമണിയാണ്. എല്ലാ മണിമാരും അവിടെ ഒരുപോലെയാണ്. രാജേന്ദ്രൻ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ചാവേറാണ്. ഞാനിപ്പോൾ അതിനെ കാണുന്നുള്ളൂ. രാജേന്ദ്രൻ ഇപ്പോഴല്ലല്ലോ, നമുക്ക് ഓർമ്മയുണ്ട് VSൻ്റെ കാലത്ത്, VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അവിടെ പൊളിക്കാൻ ചെന്ന ആളുകളോട് കയ്യും കാലും വെട്ടുന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ തന്നെ ഇവർ. അതിനുശേഷം ശ്രീറാം വെങ്കിട്ടരാമനോട് നിങ്ങൾ നടന്ന് തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് MM മണി. ഞാൻ പറഞ്ഞത് ഇത് അവിടുത്തെ ഒരു രീതിയാണ്. പക്ഷെ അതിൻ്റെ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രളയകാലത്ത് നമ്മൾ വളരെ വ്യക്തമായി കണ്ടതാണ്. ഒരു റിസോർട്ട് വീഴാൻ നിൽക്കുകയാണ്. ആ റിസോർട്ടിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ ഫയർ എഞ്ചിനെയും കൊണ്ടുവന്ന് ചാനലുകളൊക്കെ കാണിച്ചു. ആ റിസോർട്ട്, പ്ലം ജൂഡി റിസോർട്ട്, അതൊന്ന് പൂട്ടണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എതിർത്ത് രാജേന്ദ്രനാണ്. അന്ന് CPM അല്ല ആരും അയാൾക്കെതിരെ നടപടിയെടുത്തില്ല, കോൺഗ്രസും ഇതിനെ എതിർത്തില്ല. പ്ലം ജൂഡി റിസോർട്ട് പൂട്ടണം. ഞാൻ പറഞ്ഞത് മൂന്നാർ ഒഴിപ്പിക്കുന്ന കാലം മുതൽ, അല്ലെങ്കിൽ മൂന്നാറിൽ ഉള്ള നിയമപാലനം, പ്ലം ജൂഡി റിസോർട്ട് ഒഴിപ്പിക്കുന്നത് മാത്രമല്ല, അത് ഒഴിപ്പിക്കാൻ ചെന്ന ഉദ്യോഗസ്ഥരോട് MLA ഇതേ രീതിയിൽ തന്നെയായിരുന്നു ഇടപെടൽ നടത്തുകയും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. റൂൾ ഓഫ് ലോ എന്നത് മൂന്നാറിൽ ഇല്ലാതായിട്ട് കുറെ കാലമായി. ഇപ്പോഴും ഒരു കാര്യം കൂടി, ഇപ്പോഴും ഈ കെട്ടിടം യഥാർത്ഥത്തിൽ ഈ കെട്ടിടം പൊളിച്ചു കളയേണ്ടതാണ്. ഇപ്പോൾ ഈ ഷിയാസിനും KN ഗോപിനാഥിനും നന്നായി അറിയാവുന്ന ഒരു അനുഭവമുണ്ട്. ആലുവയിൽ ഒരു റെയിൻബോ റെസ്റ്റോറൻറ്റ് പുഴയ്ക്കകത്ത് പണിതിട്ട് സുപ്രീം കോടതി ഉത്തരവ് വെച്ചത് പൊളിച്ചു കളഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. അത് പുഴ നിയമം ലംഘിച്ച് കയ്യേറിയതാണ് എന്ന് പറഞ്ഞാൽ പൊളിച്ചു കളയേണ്ട സാധനമാണത്. പൊളിച്ചു കളഞ്ഞാലേ അത് സർക്കാരിൻ്റെ കാശ് പോവോ സ്വകാര്യ വ്യക്തിയുടെ കാശ് പോകുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ തെറ്റ് ചെയ്ത ആളുകളുടെ നിന്ന് കാശ് മേടിക്കണമെന്ന് ഞാൻ പറയൂ. ശ്രീ KN ഗോപിനാഥ്, അത് തന്നെയാണല്ലോ പ്രധാന പ്രശ്നം. ഇപ്പോൾ നമ്മൾ മൂന്നാറിൽ, ശരിയാണ്, S രാജേന്ദ്രൻ നടത്തിയ പരാമർശങ്ങൾ ഇതിനോടകം തന്നെ പലവട്ടം ചർച്ച ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് അവിടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എത്രത്തോളം വലിയ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. മൂന്നാറിൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, മൂന്നാറിൽ ഭൂമി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല എന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഈ സർക്കാരിനാണ് ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്മേൽ പോലും ഒരു കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല. ഹരിത ട്രിബ്യൂണൽ പോലും അതിലൊരു കേസെടുക്കാൻ പോയപ്പോൾ സർക്കാർ എന്താണ് പറഞ്ഞത്? ശ്രീറാം വെങ്കിട്ടരാമനെ അവിടെ നിന്ന് മാറ്റിയാലും ഈ നിയമങ്ങളൊക്കെ തന്നെ പാലിച്ച് മുന്നോട്ട് പോകും. പക്ഷേ
ഓരോ ദിവസവും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കഥകൾ പുറത്തു വരുമ്പോൾ ഇങ്ങനെയൊന്നും ന്യായീകരിക്കാൻ കഴിയില്ല CPIM-ന്. അല്ല, ഇതിന് ന്യായീകരണമൊന്നുമില്ല. അനധികൃത നിർമ്മാണത്തെ CPM ന്യായീകരിക്കുന്നു എന്ന് എവിടെയാണ് പറയുന്നത്? മൂന്നാറിൽ പ്രത്യേകിച്ച് അനധികൃത നിർമ്മാണങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. അതിനകത്ത് കോൺഗ്രസിൻ്റെ മുഹമ്മദ് ഷിയാസ് ഇപ്പോൾ CPM-നെതിരെ ഭയങ്കര ശക്തമായി ഇങ്ങനെ കത്തിക്കയറുന്നത് കേട്ടു. ഞാനതിനെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. അവിടെ അനധികൃത നിർമ്മാണത്തിന് കോൺഗ്രസിൻ്റെ നേതാവ് മണി ജോർജ് എന്ന് പറയുന്ന ആളുടെ അനധികൃത നിർമ്മാണത്തിന് അതിനുവേണ്ടി ഏത് തരത്തിൽ പോയി അത് സംരക്ഷിക്കാൻ വേണ്ടി നടപടിയെടുത്തുള്ളത് ഈ നാട്ടിൽ മുഴുവനും ചർച്ചയായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊന്നും മറന്നു പോകരുത്. കോൺഗ്രസിൻ്റെ വളരെ ഭയങ്കരനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിന് അറിയാമെന്ന് എനിക്കറിയില്ല. ഏതായാലും അതെല്ലാം അവിടെ ഉണ്ടായിട്ടുള്ളതാണ്. അതൊന്നും പറയേണ്ട കാര്യമില്ല. അനധികൃത നിർമ്മാണത്തെ കേരള ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. പ്രളയം വന്ന് മൂന്നാറിൽ ഒരുപാട് കെടുതികൾ ഉണ്ടായതാണ്. അതുകൂടി വച്ചുകൊണ്ട് മൂന്നാറിന് പ്രത്യേകമായ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കുറേ കൂടി ജാഗ്രത വേണമെന്നുള്ളത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ് നിയമസഭയ്ക്കകത്ത് പറഞ്ഞത്. അത് യാഥാർത്ഥ്യമാകുന്നതിന് മൂന്നാറിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലോട് സ്വാഭാവികമായിട്ടും പ്രകൃതിക്ക് ഇണങ്ങുന്ന വിധത്തിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളല്ലാതെ അവിടെ നടക്കാൻ പാടില്ല. അതൊക്കെ ശരിയാണ്. അവിടെ നമ്മൾ അനധികൃത നിർമ്മാണം പാടില്ല എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള നിർമ്മാണവും മൂന്നാറിൽ അനുവദിക്കാൻ പാടില്ല എന്നുള്ള സമീപനം സ്വീകരിക്കാൻ പാടില്ല. ഇപ്പോൾ പഞ്ചായത്ത് മൂന്നാറിൻ്റെ ആവട്ടെ, അവിടെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഒരു സംരംഭം അവർ NOC വാങ്ങുന്നതിന് അപേക്ഷ വെച്ചത് സ്റ്റോപ്പ് മെമ്മോ കിട്ടിയതിന് ശേഷമാണ്. അതിനു മുമ്പ് അവർ ചെയ്തില്ല, സ്വയം അങ്ങ് ചെയ്തു. സ്വയം അങ്ങ് ചെയ്യാൻ പഞ്ചായത്തിനാണെങ്കിലും അവകാശമില്ലല്ലോ. പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അല്ലേ, മാതൃക കാണിക്കേണ്ടവരല്ലേ. ഒരു കോമൺ പബ്ലിക്, ഒരു സ്വകാര്യ വ്യക്തിയാണ് അങ്ങനെ അനധികൃതമായ അനുവാദം പോലും ചോദിക്കാതെ നിർമ്മാണ പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സമാധാനം പറയേണ്ടി വരില്ലേ? പഞ്ചായത്ത് നടപടിയെടുക്കേണ്ടവരല്ലേ. അവരാണ് അനുവാദം ചോദിക്കാതെ, ഇപ്പോൾ ഷിയാസ് പറഞ്ഞ പോലെ 3 മാസമായിട്ട് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അനുവാദത്തിന് വന്നത് സ്റ്റോപ്പ് മെമ്മോ കിട്ടിയതിന് ശേഷമാണ്. അതുകൊണ്ട് അതിനകത്തൊരു പൊരുത്തക്കേടുണ്ട്. കോടതി 2010 പറഞ്ഞതും സ്വാഭാവികമായിട്ടും നിർമ്മാണം അവിടെ നടക്കാൻ പാടില്ല, അഥവാ നടക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു പ്രശ്നമുള്ളത് ഈ റവന്യൂ ഉദ്യോഗസ്ഥർ ഇപ്പോഴാണല്ലോ എത്തുന്നത്. അതായത് ഏകദേശം 10 മുറികൾ, കടമുറികൾ, അതിന്റെ വാർപ്പ് അതിലേക്ക് കാര്യങ്ങൾ എത്തിയ ആ ഒരു സമയത്താണ് ഈ സ്റ്റോപ്പ് മെമ്മോയുമായി വരുന്നത്. ഈ ഉദ്യോഗസ്ഥരൊക്കെ ഇത്രയും വരെ, അല്ലെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്രയും മുന്നോട്ട് പോകുന്നത് വരെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള അനക്കവും ഉണ്ടായിരുന്നില്ല, യാതൊരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിരുന്നില്ല, സ്റ്റോപ്പ് മെമ്മോ ഉണ്ടായിരുന്നില്ല, നടപടി ഉണ്ടായിരുന്നില്ല. അല്ല, അതൊക്കെ പരിശോധിക്കപ്പെടണം. ആ നിസ്സംഗത ഉദ്യോഗസ്ഥന്മാർ മനഃപൂർവ്വമാണെന്നുണ്ടെങ്കിൽ പരിശോധിക്കപ്പെടണം. ഏതായാലും ഗവൺമെൻറ് ഏറ്റവും അവസാനത്തെ നടപടി എന്നുള്ള നിലയിൽ കോടതിയിൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിൽ നിന്ന് കൃത്യമായി ഗവൺമെൻറ് അനുമതിയോടുകൂടി തന്നെയല്ലേ രാജേന്ദ്രൻ്റെ തടഞ്ഞ നടപടി അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് അവിടുത്തെ റവന്യൂ അനുമതി ഇല്ലാതെ നടന്നിട്ടുള്ള അനധികൃത നിർമ്മാണത്തിനെതിരെ കോടതിയിൽ ഇപ്പോൾ പോയിട്ടുണ്ട്. കോടതിയിൽ കേരള സർക്കാരല്ലേ പോയത്. അതുകൊണ്ട് അതാണ് പ്രധാന കാര്യം. ഇതിപ്പോൾ ഈ മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ഈ വിവാദ കെട്ടിട നിർമ്മാണത്തിൽ CPIM-ന്റെ ഭാഗത്ത് എന്ത് തെറ്റാണുള്ളത്? പ്രത്യേകിച്ചും സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ആ പ്രോപ്പർ ചാനലിൽ തന്നെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. S. രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ എതിർകക്ഷികളാക്കിയാണ് സർക്കാർ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. സർക്കാർ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അവിടെ ഒരു സ്റ്റോപ്പ് മെമ്മോ അല്ലെങ്കിൽ ആ കെട്ടിട നിർമ്മാണം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. CPIM ചെയ്യാനുള്ളത് അല്ലെങ്കിൽ സർക്കാർ ചെയ്യാനുള്ളതൊക്കെ തന്നെയും സർക്കാർ ചെയ്തു കഴിഞ്ഞു. ഇനി എന്താണ് കോൺഗ്രസിന് ഇവിടെ പ്രതികൂട്ടിലാവുക? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ആയിരിക്കും. ഈ നിർമ്മാണത്തിനെതിരെ പരാതിയായി പോയത് CPI-യുടെ നേതാവാണ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് ശ്രീ ഔസേഫാണ് പരാതിയായി പോയത്. അവിടെ CPM MLA വന്ന് പരാതിക്കാരായി പോയ CPI-ക്കെതിരായി അവർ ഭരിക്കുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെതിരായി നിലപാട് സ്വീകരിക്കുന്നു. പഞ്ചായത്ത് ഭരണസമിതി DPC-യുടെ അംഗീകാരം വാങ്ങി, കളക്ടർ ചെയർമാനായിട്ടുള്ള DPC-യുടെ അംഗീകാരം വാങ്ങിയതിനു ശേഷമാണ് ഈ പ്രവർത്തനവുമായത്. 5 ദിവസം പ്രളയത്തിൽ മുങ്ങിക്കിടന്ന ഒരു പ്രദേശത്താണല്ലോ ഈ കോൺഗ്രസിന്റെ ഗ്രാമപഞ്ചായത്ത് അധികൃതർ, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന ഈ ഗ്രാമപഞ്ചായത്ത് അധികൃതർ 5 ദിവസം പ്രളയത്തിൽ മുങ്ങിക്കിടന്ന ഒരു പ്രദേശത്താണല്ലോ ഇത്തരത്തിലുള്ള വനിതാ വ്യവസായ കേന്ദ്രം കെട്ടിപ്പടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മനസ്സിലാകുമല്ലോ എത്രത്തോളം ദുർബലമായ ഒരു പ്രദേശത്താണ് ഇത്തരത്തിലുള്ള കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്നും തന്നെ മെൻഷൻ ചെയ്യാതെ രേണുരാജ് ആ സമയത്ത് രേണുരാജിനെ അധിക്ഷേപിക്കുന്ന ഒരു പരാമർശമുണ്ടായി, വളരെ ഖേദകരമായ ഒരു പരാമർശമുണ്ടായി. നിങ്ങൾ ആ വിഷയവുമായി കൂട്ടിച്ചേർത്ത് രേണുരാജിനെ സപ്പോർട്ട് ചെയ്യുകയും അതേസമയം അനധികൃത നിർമ്മാണം എന്ന വിഷയത്തെ അവിടെ മറച്ചു വെക്കുകയുമാണ്. ഒരിക്കലുമല്ലല്ലോ. നിർമ്മാണ നടപടികൾ ഒരു പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി. അതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം ഗവൺമെന്റ്. അതിലൊന്നും കോൺഗ്രസിന് യാതൊരു തർക്കവുമില്ല. പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായി നടപടികൾ സ്വീകരിക്കാം. ഇവിടെ ഇത് മാത്രമല്ല, പഞ്ചായത്തിന്റെ പ്രശ്നമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് കയ്യേറ്റക്കാർക്കെതിരായി രേണുരാജിന്റെ നേതൃത്വത്തിൽ നിരവധി സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്.
ഇവിടെ പ്ലംജൂഡി റിസോർട്ടിനെ കുറിച്ച് ശ്രീ CR നീലകണ്ഠൻ സൂചിപ്പിച്ചല്ലോ. ഏറ്റവും കൂടുതൽ ഈ പ്രളയ കാലഘട്ടത്തിൽ ആളുകൾ താമസിക്കുന്ന ആ റിസോർട്ട് മറിഞ്ഞു വീഴാൻ പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ പോലും ഈ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചേർന്നപ്പോൾ പ്രളയത്തിന് ശേഷം ആകെ സംസാരിച്ചത് പാവപ്പെട്ടവരുടെ കാര്യമല്ല രാജേന്ദ്രൻ MLA സംസാരിച്ചത്, പ്ലംജൂഡി റിസോർട്ടിനെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം നിയമസഭയ്ക്കകത്ത് വരെ സംസാരിച്ചത്. അപ്പോൾ ആരോടാണ് ഇവർക്ക് താല്പര്യമുള്ളത്? ഇവർക്ക് താല്പര്യമുള്ളത് ഈ വൻകിട കയ്യേറ്റക്കാരോടാണ്. ഇവിടെ S രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന ഇക്കാനഗർ KCBയുടെ ഭൂമിയാണ്. 2015 ലാൻഡ് റവന്യൂ കമ്മീഷണറും അതുപോലെ തന്നെ DIG ക്രൈംബ്രാഞ്ച് DIG CID-യിലുള്ള ക്രൈംബ്രാഞ്ച് DIG-യും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അത് KSEBയുടെ ഭൂമിയാണ്, റവന്യൂ ഭൂമിയാണ്. ശ്രീരാം വെങ്കട്ടരാമൻ സബ് കളക്ടറായി വന്ന സമയത്ത് ഒഴിപ്പിക്കാൻ നിന്നപ്പോൾ രാജേന്ദ്രന്റെ ഭാര്യ അവരെ തെറി പറഞ്ഞതും ഉദ്യോഗസ്ഥന്മാരെ ഓടിച്ചതും നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിൽ കണ്ടവരല്ലേ. കയ്യേറ്റക്കാരായിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടുകൾ കയ്യേറ്റക്കാർക്ക് വേദനിച്ചാൽ ഈ കയ്യേറ്റ സിൻഡിക്കേറ്റിനാണ്. ശരിയായിരിക്കണം. മൂന്നാറിൽ യാതൊരു തരത്തിലുള്ള അനധികൃത നിർമ്മാണ പ്രവർത്തനവും കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും നടത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയണം. ഇത്രയധികം വികാര വിക്ഷോഭത്തോടുകൂടി കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ അക്കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകണമല്ലോ. ഒരു മിനിറ്റ് മുഹമ്മദ് ഷിയാസ് ഇപ്പോ രാജേന്ദ്രന്റെ കാര്യം പറഞ്ഞല്ലോ. രാജേന്ദ്രന്റെ കാര്യം പറയുന്ന മുഹമ്മദ് ഷിയാസ് എന്താ കറുപ്പസ്വാമിയുടെ കാര്യം പറയാത്തത്? നിങ്ങളുടെ കയ്യിലുള്ളതല്ലേ? നിങ്ങൾ എന്താ ഗവൺമെന്റ് നടപടി എടുക്കണമെന്ന് പറയും? ഗവൺമെന്റ് നടപടിയല്ലല്ലോ. കോൺഗ്രസ് അനധികൃത നിർമ്മാണത്തിനെതിരാണെന്നുണ്ടെങ്കിൽ നടപടി എടുക്കണ്ടേ? ഞങ്ങൾ രാജേന്ദ്രനോട് വിശദീകരണം ചോദിച്ചല്ലോ CPIM. നിങ്ങൾ അതേപോലെ ഞങ്ങൾ ആ വിഷയത്തിൽ രാജേന്ദ്രനോട് വിശദീകരണം ചോദിച്ച പോലെ എന്തുകൊണ്ട് കോൺഗ്രസ് കറുപ്പസ്വാമിക്കെതിരെ നടപടി എടുക്കുന്നില്ല? ഒരു പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ പ്രവർത്തനങ്ങളാണ്. രാജേന്ദ്രന്റെ പ്രവർത്തനവും പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനവും രണ്ടും രണ്ടാണ്. രാജേന്ദ്രൻ കയ്യേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ, രാജേന്ദ്രൻ അസഭ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കേണ്ടത് CPM ആണ്. പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടെങ്കിൽ അവിടെ CPM-ഉം CPI-യും ഉൾപ്പെടെയുള്ള അംഗങ്ങളുള്ള പഞ്ചായത്ത് ഭരണസമിതിയാണ്. ആ സമിതിയെടുത്ത തീരുമാനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? CPI അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? CPM അംഗങ്ങൾ ഒരാളും വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല. പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം ഈ പദ്ധതിക്ക് അനുകൂലമായ നിലപാട് DPCയിൽ നിന്ന് സ്വീകരിച്ച് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. ഇവിടെ എവിടെയാണ് CPM-ഉം CPI-യും ഈ പദ്ധതിക്കെതിരായി നിലപാട് സ്വീകരിച്ചത്? ഈ ചോദ്യത്തിന് മറുപടി വേണ്ടേ? പ്രത്യേകിച്ചും അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം എടുത്താൽ, പ്രത്യേകിച്ച് മൂന്നാറിലെ അനധികൃത നിർമ്മാണങ്ങൾ, അനധികൃത റിസോർട്ട് നിർമ്മാണങ്ങളെ കുറിച്ചൊരു സർവേ നടത്തിയാൽ എനിക്ക് തോന്നുന്നു അതൊരു 50-50 ആയിരിക്കും. കാരണം LDF-നാണെങ്കിലും UDF-നാണെങ്കിലും അതിൽ കൃത്യമായ ഒരു പങ്കുണ്ടാവുന്ന തരത്തിലാണ്. അതായത് ഇവിടെ ഈ കാര്യത്തിൽ മാത്രം ഇവരൊക്കെ തന്നെ മൂന്നാറിന്റെ കാര്യങ്ങൾ വരുമ്പോൾ ഇവരെല്ലാം ഒറ്റക്കെട്ടാവുന്ന ഒരു കാഴ്ചയാണോ കണ്ടിട്ടുള്ളത്? അല്ല, അത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഇപ്പോഴൊന്നുമല്ല, ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 243 കയ്യേറ്റങ്ങൾ കണ്ടെത്തി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അത് രേഖയാക്കി. ശ്രീരാം വെങ്കട്ടരാമന്റെ കാലത്ത് മുഖ്യമന്ത്രി കൈമാറി, റവന്യൂ മന്ത്രി. പിന്നെ സംഭവിച്ചത് എന്താ? പിന്നെ നമ്മൾ കാണുന്നത് അത് ചർച്ച ചെയ്യാൻ റവന്യൂ മന്ത്രിയെ വിളിക്കാതെ അഡീഷണൽ ചീഫ് സെക്രട്ടറി റവന്യൂവിനെ വിളിച്ച് സർവകക്ഷി യോഗം വിളിച്ച് അവിടെ കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഈ റിപ്പോർട്ട് എടുക്കണ്ട, ഇവിടെ കയ്യേറ്റം ഒഴിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ അവിടെ ഏതെങ്കിലും പാർട്ടിക്ക് പ്രത്യേക താല്പര്യം കുറവോ ഉണ്ടോയെന്നൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. കൃത്യമായി അവിടെയുണ്ട്. ഇപ്പം നേരത്തെ ഷിയാസ് പറഞ്ഞു DPC അംഗീകരിച്ചതാണ്. DPC ഒരു പ്രോജക്റ്റ് അംഗീകരിക്കുന്നത് അതിൻ്റെ ലൊക്കേഷൻ പ്ലാൻ നോക്കിയിട്ടൊന്നുമല്ല. 1. 2, കളക്ടർ അധ്യക്ഷനായ DPC അല്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ DTPC-യുടെ പ്രോജക്റ്റ് കളക്ടർ അധ്യക്ഷനായ സമിതിയുടെ ഉടമസ്ഥതയിലുള്ള പ്രോജക്റ്റാണ്. ഇവിടെ കളക്ടർ ഉടമസ്ഥനൊന്നുമല്ലോ. ഇവിടെ റെയിൻബോ പുഴ കയ്യേറി പെരിയാറിൽ ഒഴിപ്പിച്ച് പൊളിച്ചു കളഞ്ഞ റിസോർട്ട് കളക്ടറുടെ ഉടമസ്ഥത എന്ന് പറഞ്ഞാൽ കളക്ടർ അധ്യക്ഷനായ സമിതിയുടെ കീഴിലുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ അവിടെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ആര് ചെന്നാലും തടയുന്നതിൽ വലിയ രാഷ്ട്രീയമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഷിയാസ് ചോദിച്ചു അവർ ചെയ്തോ ഇവർ ചെയ്തോ, ചെയ്യില്ല. അതിന് കാരണം ഇപ്പോൾ നേരത്തെ KN ഗോപിനാഥും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കണ പോലെ ക്ലിയർ ആയിട്ടും അവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 8 കൊല്ലത്തിനകത്ത് 12 സബ് കളക്ടർമാർ. അതിൽ 5 കൊല്ലം UDF-ൻ്റെ 5 കൊല്ലമായിരുന്നു. അവിടെ മാറിയിട്ടുണ്ട്. 5 ദിവസം ഇരുന്ന് UDF-ൻ്റെ കാലത്ത് 5 ദിവസം ഇരുന്ന് സബ് കളക്ടറിൻ്റെ അവിടെ അന്ന് ചർച്ച പോലും വന്നില്ല. നമ്മളൊക്കെ ഉയർത്തി കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിലുണ്ട്, ഹൈക്കോടതിയിലൊക്കെ ഉണ്ട്. കേസ് നടക്കും. വിധി വന്നാൽ വിധി നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അവിടെയുള്ളത്. പ്രശ്നം അതാണ്. അത് പ്രളയത്തിന് ശേഷം അത് പുനർചിന്തനം നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ആശ്വസിച്ചു വരാം. പക്ഷെ അതിപ്പോഴും അതങ്ങനെ നടക്കുന്നില്ല. മാത്രമല്ല
പഞ്ചായത്തിനൊരു കെട്ടിടം വേണമെങ്കിൽ ഒരു സംശയവുമുണ്ട്, പഞ്ചായത്ത് എന്നല്ല കോടതി വിധി ഏത് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു. അവസാനം വീടുകൾക്ക്, ചെറിയ വീടുകൾക്ക് അത് ഒഴിവാക്കി കൊടുത്തു ഗവൺമെൻറ്. കാരണം വീട് എന്നുള്ള നിലയ്ക്ക് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതിന് മുൻകൂർ അനുമതി ഇല്ലാതെ പറ്റില്ല. വീടല്ലാത്ത ഒന്നിനും, വീടിനും പരിധിയുണ്ട്. അത് 8 വില്ലേജുകളുണ്ട്. ചിന്നക്കനാലും പള്ളിവാസലും ആനവിലാസമൊക്കെ അടക്കം 8 വെള്ളത്തൂവൽ ഒക്കെ ഉണ്ട്. ആ വില്ലേജുകളിൽ ഏത് നിർമ്മാണ പ്രവർത്തനം അത് അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പല സ്ഥലത്തും. യഥാർത്ഥത്തിൽ അതിൽ കുറേ തെറ്റുകളുണ്ട്. അപ്പം ഞാൻ അതിൽ പറഞ്ഞത് 2019 വിധിയും അതിനുശേഷം മൂന്നാർ ട്രിബ്യൂണൽ ഉണ്ടാക്കിയപ്പോഴും ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായി പരിഹരിച്ച് മുമ്പോട്ട് പോകണം. അപ്പോൾ വെള്ളത്തൂവൽ പഞ്ചായത്തിൽ യഥാർത്ഥത്തിൽ വനമില്ല, EFL ഇല്ല, ഒന്നും. അതാണ് ശ്രീ കെ.എൻ. ഗോപിനാഥ്. അതായത് ഈ ബ്യൂറോക്രാറ്റുകൾ, അതായത് പ്രത്യേകിച്ചും IAS ഉദ്യോഗസ്ഥർ അവിടെ ഒരു നിയമം നടപ്പാക്കാൻ ശ്രമിച്ചാൽ ആ നിയമം നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് ശഠിക്കുന്നതിൽ LDF-കാരുമുണ്ട്. പ്രത്യേകിച്ചും എസ് രാജേന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഇതാദ്യമായല്ല, പ്രത്യേകിച്ചും IAS ഉദ്യോഗസ്ഥർക്കെതിരെ ഇതാദ്യമായല്ല. MM മണി ഇതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ ശ്രീറാം വെങ്കിട്ടരാമനെ നേരത്തെ വിമർശിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇപ്പോൾ ഈ രേണുരാജിന്റെ വിഷയം വന്ന് എസ് രാജേന്ദ്രനെതിരെ എല്ലാവരും തന്നെ ഒരു എസ് രാജേന്ദ്രനെ പിന്തുണയ്ക്കാത്ത തരത്തിലേക്ക്, അല്ലെങ്കിൽ എസ് രാജേന്ദ്രനെ തള്ളിക്കളയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ പോലും കഴിഞ്ഞ ദിവസം ധനമന്ത്രി തോമസ് ഐസക്കിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി M. ഗോപകുമാർ എന്താണ് ഫേസ്ബുക്കിൽ എഴുതിയത്? ഇതൊക്കെ തന്നെയാണ്. കാരണം പ്രത്യേകിച്ചും അവർക്ക് കൃത്യമായി നിലപാടെടുക്കണമെങ്കിൽ, നടപടി സ്വീകരിക്കണമെങ്കിൽ, നിയമം നടപ്പാക്കണമെങ്കിൽ മൂന്നാർ എന്നത് ഒരു ബാലികേറാ മലയായി നിലനിൽക്കുകയാണ് ഇപ്പോഴും. അല്ലെന്നേ അപർണ, അവിടെ നമ്മൾ മൂന്നാറിൻ്റെ വിഷയം, അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം പരിശോധിക്കാൻ. ഇപ്പോൾ കാർഗിൽ റിപ്പോർട്ട് വന്നപ്പോൾ മൂന്നാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് ആശങ്കകൾ ഉയർന്നു വന്നു. ഒരു തരത്തിലുള്ള പ്രവൃത്തികളും അനുവദിക്കാത്ത വിധത്തിൽ അങ്ങനത്തെ ഒരു റിപ്പോർട്ട് വന്നാൽ സ്വാഭാവികമായിട്ടും മലമ്പ്രദേശങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആ നിയമം ഉണ്ടാക്കാൻ വന്ന പ്രത്യാഘാതങ്ങൾ അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് അവിടെ വലിയൊരു പ്രതിഷേധം ആ കാര്യത്തിൽ ഉയർന്നു വന്നതാണ്. ആ റിപ്പോർട്ട് പൂർണ്ണമായി അതേപടി നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ള നിലയിലുള്ള ചർച്ച ഇപ്പോഴും നിൽക്കുകയാണ്. കെ.എൻ. ഗോപിനാഥ്, അവിടെയാണ് പ്രശ്നം. ഇത്തരത്തിലുള്ള നിയമങ്ങളിൽ വെള്ളം ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരന്ത ഫലം എത്ര വലുതാണെന്ന് പിന്നീടായിരിക്കും മനസ്സിലാവുക. അതീവ പരിസ്ഥിതി പ്രദേശങ്ങളിലൊക്കെ തന്നെയും നടക്കുന്ന ഈ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചേർന്നല്ലോ. ഞാൻ പറഞ്ഞു വന്നത് അതാണ്. നിയമങ്ങളിൽ വെള്ളം ചേർക്കുകയല്ല ചെയ്യേണ്ടത്. നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ബന്ധം പരിശോധിക്കണം. പ്രകൃതി ആണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതോടൊപ്പം അവരുടെ ജീവനോപാധികൾ സംരക്ഷിക്കാനും അവിടെ അവർക്ക് ഇടപെടാനും പ്രവർത്തനങ്ങൾ നടത്താനും കഴിയണം. മൂന്നാറിൽ യഥാർത്ഥത്തിൽ നാണ്യവിളകളും മാത്രമല്ല, ടൂറിസം ഒരു പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ട തൊഴിലാളികളുടെ, കൃഷിക്കാരുടെ പ്രവർത്തനങ്ങളെല്ലാം അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ഒരു തരത്തിൽ ബന്ധമില്ല എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഗവൺമെൻറ് 2010 കോടതി വിധി ഉള്ളപ്പോഴും അവിടുത്തെ ജനകീയ പ്രക്ഷോഭങ്ങളും ശക്തമായി വന്നിട്ട് 3000 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, കൊമേഴ്സ്യൽ അല്ലാത്ത വീടുകൾ അനുവദിക്കാം എന്നുള്ള നിലയിൽ അനുവദിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. മറ്റുള്ളതിൻ്റെ കാര്യത്തിൽ റവന്യൂവിൻ്റെ പെർമിഷൻ വേണം, അതിപ്പോഴും നിലനിൽക്കുകയാണ്. മരം വെട്ടണതിന് അനുവാദം കൊടുക്കാൻ കഴിഞ്ഞു, വേണമെന്നുള്ള ആവശ്യം നിൽക്കുന്നുണ്ട്. ഇതുവരെ അനുവദിച്ചിട്ടില്ല. മരം വെട്ട് അവിടുത്തെ ഒരുപാട് തൊഴിലാളികളെ മരം വെട്ടില്ലാതാക്കിയോടുകൂടി യഥാർത്ഥത്തിൽ പിരീഡ് കഴിഞ്ഞ മരം പോലും വെട്ടാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ അവരുടെ വരുമാനത്തെ, അവരുടെ തൊഴിലിനെ നന്നായി ബാധിച്ചിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെയും കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം അവിടുത്തെ നിർമ്മാണം പറയുന്നത്. CR നീലകണ്ഠൻ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ വച്ച് CPM കണക്കാണ്, അല്ലെങ്കിൽ കോൺഗ്രസും കണക്കാണെന്ന് പറഞ്ഞിട്ട് ഒന്നിലും ഇല്ലാത്ത ഒരാളെന്നുള്ള മട്ടിൽ തകർക്കാൻ കഴിയും എന്നുള്ളതല്ലാതെ സ്വാഭാവികമായിട്ടും പരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ടല്ലാതെ മൂന്നാറിനെ പോലുള്ള സ്ഥലത്തൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല. ഇപ്പോൾ കെ.എൻ. ഗോപിനാഥ് പറഞ്ഞതുപോലെ വളരെ നിഷ്കളങ്കമായ, അതായത് പ്രത്യേകിച്ചും ചില നമ്മൾ പറയുമല്ലോ, ഈ വികസന വിരോധികളാണ് നാടിന്റെ ശാപം എന്നൊക്കെ പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. ആ തരത്തിലാണോ, അല്ലെങ്കിൽ ഇത്രമാത്രം വളരെ ലഘൂകരിക്കാവുന്ന ഒരു വിഷയമാണോ മൂന്നാറിലെ? അല്ലല്ല, എൻ്റെ വളരെ സുഹൃത്ത് കെ.എൻ. ഗോപിനാഥ് അങ്ങനെ എന്നെ പറ്റി മോശമായി പറയുന്നു ഞാനൊന്നും വിചാരിക്കുന്നില്ല. പക്ഷേ പ്രശ്നം അതല്ല, വ്യക്തിപരമായ അല്ലാതെ. ഇതിലൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായൊരു കാര്യമാണ്. പറഞ്ഞത് ശരിയാണ്, പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ മൂന്നാറിന് ആവശ്യമായ, ഇപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ട് വരുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ മൂന്നാറിലെ പ്രതിസന്ധി അവിടെ നിൽക്കുന്നുണ്ട്. മൂന്നാർ 2010 വന്നതാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിധി. ഗാഡ്ഗിലൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ്. അതിനുശേഷം നിരവധി വിധികൾ വന്നിട്ടുണ്ട്. വിധി മാത്രമല്ല, ഞാൻ പറഞ്ഞത് റിപ്പോർട്ടല്ല, റിപ്പോർട്ട് വേണമെങ്കിൽ നടപ്പാക്കാൻ വേണമെങ്കിൽ ഒഴിവാക്കാം. ഗാഡ്ഗിൽ ഒരു റെക്കമെൻഡേറ്ററി റിപ്പോർട്ടാണ്. ഹൈക്കോടതി വിധി 30 ഡിഗ്രിയിൽ കൂടുതൽ ചെരിഞ്ഞ പ്രദേശത്ത് ബിൽഡിംഗ് പണിയാൻ പാടില്ല ഉണ്ട്. ഇപ്പം എന്താ സംഭവിച്ചത്?
ഇപ്പം മൂന്നാർ ടൂറിസമാണ്, ഇതൊക്കെ ഞാൻ സമ്മതിച്ചു, ഇതൊന്നും അല്ലാന്ന് പറഞ്ഞില്ല. വിവേചനത്തോടെ കാര്യങ്ങൾ കാണണം. അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കണം. പക്ഷെ അവിടെ സംഭവിക്കുന്ന എന്താ, ഒരു നിയമം വന്നാലും നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രൂപത്തിൽ അവിടെ കാര്യങ്ങൾ. അവിടെയുള്ള അനധികൃത റിസോർട്ടുകൾ, നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചാളുകളുടെ തൊഴിലോ മരം വെട്ടോ ഒന്നുമല്ല അവിടെ വിഷയം. വൻകിടക്കാർ, മൂന്നാറുകാരും. ഇന്നലെ ഒരു ചർച്ചയിൽ AK മണി ഈ ചാനലിൽ തന്നെയാണ് പറഞ്ഞു, എനിക്കവിടെ ഭൂമിയില്ല. ശരിയായിരിക്കും, രാജേന്ദ്രൻ ആകെയുള്ള 6 സെൻറ്റ്, ഞാൻ രാജേന്ദ്രൻ്റെ 6-8 സെൻറ്റൊന്നും പിടിച്ചെടുക്കണമെന്ന് അഭിപ്രായക്കാരനെയല്ല വ്യക്തിപരമായി. കാരണം അതേപോലെ MLA ആണ്, അദ്ദേഹത്തിന് ഒരു 8 സെൻറ്റ് ഭൂമി. ഗവൺമെൻറ് അത് റെഗുലറൈസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് വേണ്ടത്. ഗവൺമെൻറ് അങ്ങനെ ഇപ്പോൾ ഒരു MLAക്ക് ഒരു 8 സെൻറ്റ് ഭൂമി ഉണ്ടായി എന്നുള്ളത് ഒരു വലിയ അപകടമൊന്നുമല്ല. പക്ഷേ അതിൻ്റെ മറവിൽ, ആ ഭൂമി റെഗുലറൈസ് ചെയ്യുന്നതിൻ്റെ മറവിൽ 8 ഏക്കറോ 80 ഏക്കറോ മറ്റു രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അവിടെ തെറ്റായ സ്ഥലങ്ങളിൽ നിർമ്മാണം നടക്കുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ സബ് കളക്ടർമാരും ഈ തെറ്റായ നിർമ്മാണങ്ങൾക്കെതിരെ നിരവധി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ലാൻഡ് റവന്യൂ കമ്മീഷണർ വളരെ കൃത്യമായി പറഞ്ഞതുപോലെ ഇവിടെ നിയമലംഘനങ്ങൾ തടയാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല എന്ന് 2 വർഷം മുമ്പാണ് റിപ്പോർട്ട് കൊടുത്തത്. എവിടെയുണ്ട് ആ റിപ്പോർട്ട്? ആ റിപ്പോർട്ട് ആരും പരിഗണിച്ചില്ല. ഞാൻ പറഞ്ഞത് ഈ ഗവൺമെൻറ് എന്നല്ല, എല്ലാവരും കണക്കാണോ എന്നുള്ളതല്ല. മൂന്നാറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ രാജേന്ദ്രൻ്റെ എടുത്ത നടപടിയല്ലേ, അതുപോലും CPM ഒരു ഘട്ടത്തിൽ കൂടുതൽ പോകാൻ പറ്റില്ല. കാരണം അവിടെ അത്തരത്തിലുള്ളൊരു വികാരം വളർന്നു വന്നിട്ടുണ്ട്. ആ വികാരം എങ്ങനെയാണ് മാറ്റേണ്ടത്? യഥാർത്ഥത്തിൽ അവിടുത്തെ 5 സെൻറ്റ് 2 സെൻറ്റ് 3 സെൻറ്റ് ശ്രീറാം വെങ്കിട്ടരാമൻ ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 10 സെൻറ്റിൽ താഴെയുള്ള ഒരു കടക്കാരനെ നമ്മൾ ഒഴിപ്പിക്കണ്ട. ഒരു ചെറിയ കടക്കാരനെ, ഒരു ചെറിയ വീട് ആരെ ഒഴിപ്പിക്കുന്നില്ല. ഒഴിപ്പിക്കുന്ന ആരെയാണ്? റിസോർട്ടുകാരെയാണ്. ആരുടെയാണ് റിസോർട്ട് അവിടെ? എങ്ങനെയാണ് ആ റിസോർട്ട് അവിടെ വന്നത്? ഇന്നലെ AK മണിയും മൂന്നാറിൽ നിന്നുള്ളൊരു സുഹൃത്തും പറഞ്ഞു, അതൊന്നും ഞങ്ങളുടെ അല്ല, അവിടെയാണ് പ്രശ്നം. ആരുടെ റിസോർട്ട് സംരക്ഷിക്കാനാണ് മൂന്നാറിൽ? മൂന്നാറുകാരുടെയാണോ? മൂന്നാറിലെ വോട്ട്, ഞാൻ രാഷ്ട്രീയ കക്ഷികൾക്ക് വോട്ടാണല്ലോ പ്രശ്നം, വോട്ട് പോലും അല്ല, അവിടെയാണ് പ്രശ്നം. പറഞ്ഞത് വരുന്ന ചർച്ചകളിൽ മുഴുവൻ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് കോൺഗ്രസും CPM കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്നു. ഇതിനകത്ത് മൂന്നാർ പോലുള്ള ഒരു പാരിസ്ഥിതിക ദുർബല പ്രദേശത്ത് കൂടി വരുന്ന കോൺക്രീറ്റ് നിർമ്മാണങ്ങൾ പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള നിലപാടുകളാണ്. അവിടെ കർശനമായ നിലപാടുകൾ വേണം, നിയമ നടപടികൾ സ്വീകരിക്കണം. പക്ഷേ ഇവിടെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ അവർക്ക് കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ധനമന്ത്രിയുടെ തന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി തന്നെ പറയുന്നു, അദ്ദേഹം പറയുന്നത് എന്താ, ഇവിടെ കാർക്കശ്യത്തോടു കൂടി നിലപാടുകൾ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കാൻ പാടില്ല. ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ വികാരങ്ങൾക്ക് അനുസൃതമായ നിലപാട്. ജനങ്ങളുടെ വികാരം എന്താ? ജനങ്ങളുടെ വികാരം ഇത്തരത്തിലുള്ള കോൺക്രീറ്റ് മണിമാളികകൾ വരണമെന്ന് തന്നെയാണ് ജനങ്ങളുടെ വികാരം. അവിടുത്തെ വലിയ വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാകണമെന്ന് തന്നെയാണ്. ആ പ്രദേശത്ത് അതുപോലുള്ള ഇപ്പോൾ ശ്രീ KN ഗോപിനാഥ് സൂചിപ്പിച്ചതുപോലെ ഒരു ടൂറിസം മേഖല എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള ഒരു വ്യവസായങ്ങൾ, അത്തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കാത്ത ഒരു മേഖല എന്നുള്ള രീതിയിൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും തയ്യാറാകണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഒരു സബ് കളക്ടർ വിവാദമുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സബ് കളക്ടറെ തടയുമ്പോൾ ഇത് ഒരു ശീലമായി മാറുന്നു സാധാരണ ജനങ്ങൾക്കിടയിൽ. ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ ശ്രീറാം വെങ്കിട്ടരാമൻ വന്നു, അത് കഴിഞ്ഞപ്പോൾ രേണുരാജ്, ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ, രാജു നാരായണസ്വാമി ഉൾപ്പെടെയുള്ളവർക്ക് എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ ഇവർക്കൊന്നും സുഗമമായി ജോലി ചെയ്യാനോ അവരുടെ ഉദ്യോഗം, അവരുടെ ഉത്തരവാദിത്തം പൂർത്തിയാക്കാനോ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ആർക്കാണ് കൈയൊഴിയാൻ കഴിയുക? കോൺഗ്രസിന് കൈയൊഴിയാൻ. എനിക്കൊരു കാര്യം കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്, അനുവദിക്കുമെന്നുണ്ടെങ്കിൽ. അപർണ, ഞാൻ പറഞ്ഞ മിനിഞ്ഞാന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ബോൾഗാട്ടി ലുലു കൺവെൻഷൻ സെന്ററിൽ നടന്ന നിക്ഷേപകർ മാത്രമല്ല, ആ യോഗത്തിൽ അസാധാരണമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ്, അതുപോലെ സെക്രട്ടറി, ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. സാധാരണ നിക്ഷേപ സൗഹൃദ ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ എന്തിനാണ് ഈ ജനപ്രതിനിധികൾ എന്നുള്ളതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനം 2 മിനിറ്റ് കൊണ്ട് അദ്ദേഹം നിർവഹിച്ചത് അവിടെ ഈ ഉദ്യോഗസ്ഥന്മാരും ചില സ്ഥലങ്ങളിൽ ജനപ്രതിനിധികളും, അദ്ദേഹം വളരെ പച്ചയായിട്ട് പറഞ്ഞു, ഒരു വ്യവസായം തുടങ്ങിയാൽ അത് ഒരാൾക്ക് ജോലിയുള്ളതാവട്ടെ, 10 പേർക്ക് ജോലിയുള്ളതാവട്ടെ, അല്ലെങ്കിൽ 100 പേർക്ക് ജോലിയുള്ളതാവട്ടെ, എന്താണെങ്കിലും അവർ ഒരു കുറ്റം ചെയ്യാൻ വന്നവരായി കണക്കാക്കിക്കൊണ്ട് പെരുമാറാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് 30 ദിവസത്തിനുള്ളിൽ ആ അപേക്ഷ ക്ലിയർ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ 30ാമത്തെ ദിവസം മുതൽ ഡീംഡ് സാങ്ഷനായിട്ട് കണക്കാക്കും.
അത് ഒരു 6 മാസം കഴിഞ്ഞ് റിവ്യൂ ചെയ്ത് കഴിയുമ്പോൾ അത് ചിലപ്പോൾ 15 ദിവസത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. തങ്ങളുടെ കയ്യിൽ ചെങ്കോലുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യവും അനുവദിക്കില്ല എന്നുള്ളൊരു സമീപനം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെക്കാൾ വലിയ ഒരു ആളുകളാണ് എന്നുള്ള നിലയിൽ ജനപ്രതിനിധികളായിട്ട് വരുന്നവർ തീരുമാനിക്കുക എന്നുള്ളത് പ്രായോഗികമായി കേരളത്തിൻ്റെ വികസനത്തെ പുറകോട്ട് നയിക്കുന്നുണ്ട്. എന്ന് വിചാരിച്ചിട്ട് കേരളത്തിൻ്റെ വികസനത്തിന് ഇണങ്ങുന്ന വിധത്തിലേക്കുള്ള വികസനമല്ലാതെ പരിസ്ഥിതിയെ ഒരു തരത്തിലും പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുന്നില്ല. അവിടെയാണല്ലോ ഈ അഖിലേന്ത്യാ സർവീസ് ബ്യൂറോക്രാറ്റുകൾക്ക് ആരോടും ഒന്നിനോടും ഒരു പ്രതിബദ്ധതയുമില്ല. അതിന്റെ കൊച്ചുമകളാണ് രേണുരാജ് എന്നൊക്കെയുള്ള ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. മാത്രമല്ല നമ്മളിപ്പോൾ സൈബർ ഇടങ്ങൾ കൂടി ശ്രദ്ധിക്കണമല്ലോ. എന്താണ് ഈ സൈബർ ഇടങ്ങൾ പ്രൊഫൈലുകളിൽ പറയുന്നത്? അതായത് അവിടെ നടക്കുന്നത് മുഴുവൻ, അതായത് രേണുരാജ് എന്ന് പറയുന്ന ഈ IAS ഉദ്യോഗസ്ഥ എടുത്ത തീരുമാനം, ആ തീരുമാനം തെറ്റാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ ഇത് ഇത്രയും വിവാദമായത്. അല്ല, നമ്മൾ ഇതിനെ ജനറലൈസ് ചെയ്യുന്നതിനെ ഞാൻ ചോദിച്ചത്. ഒരുപാട് ഉദ്യോഗസ്ഥർക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് മിനിഞ്ഞാന്നത്തെ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെയും വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഒരു കേരളത്തിനകത്തൊരു സൂചനയാണ് നൽകിയത്. കേരളത്തിൽ നിക്ഷേപം വരുന്നത് രാഷ്ട്രീയത്തിന് അതീതമായൊരു നിലപാടാണ്. എല്ലാവരും അതിനെ പിന്തുണച്ചു. അതിനർത്ഥം ഉദ്യോഗസ്ഥന്മാർക്ക് സുഗമമായി പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കില്ല എന്നോ, അല്ലെങ്കിൽ ഒരു സർവതന്ത്ര സ്വതന്ത്രമായി എന്തും ചെയ്യാനുള്ള അനുവാദം കൊടുക്കണം, ഉദ്യോഗസ്ഥന്മാരൊക്കെ നോക്കിയിരുന്നാൽ മതി എന്നല്ല അതിൻ്റെ അർത്ഥം. അതെല്ലാം ചെയ്യുന്ന വിധത്തിലേക്കാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രായോഗികമായൊരു സമീപനം വേണം. ഇതിപ്പോൾ നാട്ടിൽ ഒരു പരാതി കൊണ്ടെന്ന് ഒരാൾ കൊടുത്താൽ ഉടനെ അപ്പോൾ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയാണ്. ആ പരാതിക്ക് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ട ഒരു അന്വേഷണം പോലും നടത്താതെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ട് 1 മാസം 2 മാസം 3 മാസം എന്നുള്ള നിലയിൽ തീരുമാനം എടുക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിനകത്ത് വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട. ഒരിക്കൽ നിയമസഭയ്ക്കകത്തൊരു പ്രശ്നം വന്നല്ലോ, ചെങ്ങന്നൂര് മറ്റോ ഒരു വിദേശ മലയാളി ഇവിടെ കൊല്ലത്ത് വിദേശ മലയാളി ഇവിടെ വന്ന് ഒരു ചെറിയ വ്യവസായ സംരംഭം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ആ സംരംഭം തുടങ്ങാൻ അദ്ദേഹത്തിന് കഴിയാത്ത വിധത്തിലേക്ക് ഇങ്ങനെ ഇട്ട് താമസിപ്പിച്ച് അവസാനം ആത്മഹത്യ ചെയ്തു എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞല്ലോ. ഇനി ഒരു വ്യവസായിയും ഒരു നിക്ഷേപകനും ഒരു സാധാരണ മനുഷ്യനും ഇതുപോലുള്ള ആള് കേരളത്തിൽ മരിക്കാൻ ഇടവരരുത്. ഗോപിനാഥ്, അതുപോലല്ലോ പ്രത്യേകിച്ച് മൂന്നാറിലെ കാര്യങ്ങൾ അതുപോലല്ല. മൂന്നാറിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും അവിടെ എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും റവന്യൂ വകുപ്പിന്റെ അനുമതി വേണം എന്നുള്ളതാണല്ലോ 2010 ഹൈക്കോടതി ഉത്തരവ്. ആ വിധി പാലിക്കപ്പെടാതെ ഒരു വ്യത്യാസം എന്താ അറിയോ? നേരത്തെ ഗോപിനാഥ് പറഞ്ഞ കാര്യമായിട്ടുള്ള വ്യത്യാസം അത് തന്നെയാണ്. മൂന്നാറിൽ കൃത്യമായ നിയമമുണ്ട്, നിയമം നടപ്പാക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, വേറൊരു തടസ്സവും ഇല്ല. അവിടെ നിയമം നടപ്പാക്കുന്നില്ല എന്നാണ് നമ്മുടെ പരാതി. നിയമം നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർ നേരെയാണ് എടുക്കണേ. നേരത്തെ ഗോപിനാഥ് പറഞ്ഞ മാതിരി അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ, അതുപോലെയുള്ള അതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണയാണ്. അഴിമതിക്കാരായ എല്ലാവരും ഉണ്ടാവും. രാഷ്ട്രീയ നേതാക്കളെ ഞാൻ ആരെയും പറയുന്നൊന്നുമില്ല. അഴിമതി കാശ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ആളുകളൊക്കെ രാജ്യത്തുണ്ട്. പക്ഷേ അതിനുവേണ്ടി വൈകിക്കും, മനഃപൂർവ്വം വൈകിക്കും. അതിൻ്റെ ഫലമായി ഇത് മറ്റേ കടക്കൽ നേരത്തെ പറഞ്ഞ കൊല്ലത്ത് പറഞ്ഞ ഉദ്യോഗസ്ഥൻ, ഞാനുള്ള വീട്ടിൽ പോയ ആളാണ്. അവിടെ വളരെ കൃത്യമായും ഒരു കുഴപ്പവും അയാൾക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ഉദ്യോഗസ്ഥനും കുറച്ച് ആളുകളും കൂടി അനുവദിക്കാതിരുന്ന അത് ഒഴിവാക്കണം. അതിനെന്ത് വേണം വെച്ചാൽ സുതാര്യമായിരിക്കണം. റൂൾ ഓഫ് ലോ ആണെങ്കിൽ ഒരാൾക്കും ബുദ്ധിമുട്ടില്ല. ഇപ്പം മൂന്നാറിലാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും നിയമം അനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ബുദ്ധിമുട്ടില്ല. പക്ഷേ ബ്യൂറോക്രസി അതിനെ അല്ലാതാക്കുകയാണ്. ഈ മൂന്നാറിലെ വിഷയം അതുമായിട്ടല്ല ബന്ധപ്പെടേണ്ടത്. നിക്ഷേപക സൗഹൃദമാകണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് മൂന്നാറിലെ എല്ലാ സ്ഥലത്തും ഇന്ന് കാണുന്ന മാതിരി കൂണുമാരി 14 റിസോർട്ട് വരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശ്രീ KN ഗോപിനാഥും പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഇത്ര കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ഇപ്പോൾ KTDCയുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ 31.5 കോടി രൂപയുടെ പ്രോജക്റ്റാണത്. 4 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതെവിടെയാണ്? ഈ പാരിസ്ഥിതിക ദുർബല പ്രദേശത്താണ്. 1971 കണ്ണൻ ദേവനിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമി. ആ ഭൂമി ആർക്ക് കൊടുക്കാനാണ്? ഭൂരഹിതർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഭൂമിയിലാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ചെയ്യുന്നത്. അത് ചെയ്യുന്നത് ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണ്. അവിടെ CPMന് ഏറ്റവും താല്പര്യമുള്ള ഒരു കമ്പനിയെ കൊണ്ടുവന്ന് 31.5 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ അത് പാരിസ്ഥിതിക ദുർബല പ്രദേശത്താണെന്നും റവന്യൂ വകുപ്പിൻ്റെ NOC ഇല്ല എന്നും അതിൻ്റെ ചെയർമാൻ കളക്ടറാണെന്നും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു തരത്തിൽ നോക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഈ നിയമ നിർവ്വഹണം നടത്തേണ്ട ആളുകൾ തന്നെ ഇത് അട്ടിമറിക്കുകയാണ്. പ്രശ്നമുള്ളത് പ്രത്യേകിച്ച് മൂന്നാറിലെ കാര്യം എടുത്താൽ, മൂന്നാറിൽ ടൂറിസം ഒരു പ്രധാന ഇൻകമാണ്. പ്രത്യേകിച്ച് മൂന്നാർ മേഖലയെ
സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നു, കൂടുതൽ റിസോർട്ടുകൾ അല്ലെങ്കിൽ അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഇത്തരത്തിലൊരു പാരിസ്ഥിതിക ദുർബല പ്രദേശം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികസന വിരോധികൾ എന്നൊരു ലേബൽ ഉണ്ടാക്കിയെടുക്കാനല്ലേ ഇത് കഴിയുള്ളൂ? അല്ല, അവിടെ അതിൽ വേറെ ഒരു വലിയ പ്രശ്നമുണ്ട്. മൂന്നാർ ഇന്നത്തെ നിലയ്ക്കാണ് നമ്മൾ ഒരു നിയന്ത്രണം ഇല്ലാണ്ട് വികസിപ്പിക്കാൻ പോകണമെങ്കിൽ അവിടുത്തെ ടൂറിസം അധികകാലം നിൽക്കില്ല. ഇപ്പം തന്നെ ഈ വർഷം പ്രളയമാണ്, കാലാവസ്ഥാ പ്രശ്നങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. മൂന്നാറിലെ ടൂറിസം ഏതാണ്ട് പകുതി താഴെയായിട്ടുണ്ട്. നീലക്കുറിഞ്ഞി പൂത്ത വർഷവും കൂടിയാണത്. നീലക്കുറിഞ്ഞി പൂത്ത വർഷത്തെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരേണ്ട ഒരു വർഷമാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ടൂറിസ്റ്റുകൾ കുറവാണ് ഈ വർഷം. ഇപ്പോൾ കാലാവസ്ഥയിലെ വ്യതിയാനമൊക്കെ ഉണ്ട്. കാലാവസ്ഥയിലെ വ്യതിയാനവും ഫ്ലഡ് പോലെയുള്ള പ്രശ്നങ്ങളും വരൾച്ച പോലെയുള്ള പ്രശ്നങ്ങളും കൂടി കണക്കിലെടുത്താൽ മൂന്നാറിനെ കൂടുതൽ സുന്ദരവും എക്കോ ഫ്രണ്ട്ലിയുമാക്കി നിർത്തിയാൽ മാത്രമേ ദീർഘകാലത്തേക്ക് മൂന്നാറിനെ കൊണ്ട് ഗുണമുണ്ടാവൂ. ഇത് കുറേ കെട്ടിടം പണിയുകയും ഇതാകെ ഇടിഞ്ഞു വീഴുകയും ഒറ്റ കെട്ടിടത്തിൽ ആക്സിഡന്റ് ഉണ്ടായാൽ മതി. മൂന്നാറിലേക്ക് പിന്നെ ഇവർ വരില്ല, ടൂറിസ്റ്റുകൾ വരില്ല. കാരണം അവർക്ക് ജീവനിൽ പേടിയില്ലേ. അതുകൊണ്ട് ടൂറിസത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ചാൽ അവിടെ ഏറ്റവും നല്ല കാലാവസ്ഥ ഉണ്ടാവണം, അവിടെ സുരക്ഷിതത്വം ഉണ്ടാവണം, അവിടെ സൗകര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് റിസോർട്ട് കെട്ടിയിട്ടില്ല. അല്ല, സൗകര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രദേശം ഇപ്പം ഞാൻ ലോകത്തിൽ കുറേ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോയിട്ടുള്ളതാണ്. ഒന്നാം ലോകത്ത് ഫസ്റ്റ് വേൾഡ് നമ്മൾ പറയുന്നത് ടൂറിസത്തിൽ അവർ ചെയ്യുന്നൊരു കാര്യം, അവിടുത്തെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കാൻ അവർ സമ്മതിക്കില്ല. വേണ്ടെങ്കിൽ നിങ്ങൾ ദൂരെ കൊണ്ടുപോയി വീട് വെച്ചോളാൻ പറയും അവർ. അതിപ്പോൾ ഗ്രീസിലാണെങ്കിലും അതുപോലെയുള്ള ഏത് സ്ഥലത്താണെങ്കിലും. കാരണം എന്താ വെച്ചാൽ അത് നശിപ്പിച്ചാൽ പിന്നെ അവിടെ കാണാൻ ആരും വരില്ല. ഇപ്പം നമ്മളൊക്കെ താജ്മഹലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, താജ്മഹലൊക്കെ നശിച്ച് കറുത്ത് ഇരുണ്ട് പോവാണ്. എന്താ കാരണം? നമ്മളതിനെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. ഉദാഹരണ ഹരിതാപ നിലനിർത്തിക്കൊണ്ട് അതായത് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ, പ്രത്യേകിച്ചും മൂന്നാറിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നു. ഇപ്പോൾ 2017 ശ്രീറാം വെങ്കിട്ടറാം കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ചില അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയാൻ ശ്രമിച്ചപ്പോൾ രമേശ് ചെന്നിത്തല മൂന്നാറിലേക്ക് എത്തുന്നു. അവിടെ വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു. സേവ് മൂന്നാർ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുന്നു. ഇതൊക്കെയും ഇതിന് തൊട്ട് മുമ്പ് ഏകദേശം 2016 മുമ്പ് UDF ആണല്ലോ ഭരിച്ചിരുന്നത്. ഈ സമയത്ത് UDF ഗവൺമെന്റ് എവിടെയായിരുന്നു? UDF ഗവൺമെന്റ് ഈ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ലേ? നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് VS-ന്റെ കാലഘട്ടത്തിൽ എന്ത് നടപടിയാണ് മൂന്നാറിലെടുത്തത്? വലിയ സർവ്വസന്നാഹത്തോടു കൂടി 3 പൂച്ചകളുമായി VS മൂന്നാറിലേക്ക് പോയതല്ലേ? എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അവിടെ കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തി ഇപ്പോൾ തന്നെ എല്ലാ ഭൂമിയും കയ്യേറ്റ ഭൂമിയും എല്ലാം സംരക്ഷിക്കപ്പെടും, എല്ലാം ഗവൺമെൻറ്റിലേക്ക് കണ്ടുകെട്ടുമെന്ന് പറഞ്ഞ VS-ന്റെ നടപടി എവിടെ പോയി? നിങ്ങൾ അതിനെക്കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ആരാണ് ആ നടപടിയെ ദുർബലപ്പെടുത്തിയത്? കോൺഗ്രസും UDF-ഉം ആണോ? ആ നടപടിയെ ദുർബലപ്പെടുത്തിയത് ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുത്ത ആളുകൾ തന്നെയാണ്. അവിടെ എം എം മണിയെ പോലെയുള്ള ആളുകൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. VS-ന്റെ കൈയും കാലും വെട്ടുമെന്ന് പറഞ്ഞ ആളുകളാണ് മൂന്നാറിലേക്ക് വന്നാൽ. അങ്ങനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന ആളുകളായി, കയ്യേറ്റം നടത്തുന്ന ആളുകളായി അവർ മാറിയപ്പോൾ VS-ന് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം കൊണ്ടുപോയ പൂച്ചകളെ പാർട്ടി തന്നെ വിഴുങ്ങുന്ന ഒരവസ്ഥയുണ്ടായി. ഇതൊരു സിൻഡിക്കേറ്റാണ്, ഒരു കയ്യേറ്റ സിൻഡിക്കേറ്റാണ്. അവിടെ ഈ പറയുന്ന മന്ത്രിയും MLA-യും MP-യും ഉൾപ്പെടെയുള്ള ആളുകൾ അവർ തന്നെ ഭൂമികൾ കയ്യേറുന്നു. അവരുടെ കൂടെ കയ്യേറാൻ വരുന്ന ആളുകൾക്ക് സംരക്ഷണവും കൊടുക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നവരാണ്. പിന്നെ എങ്ങനെയാണ് ഒരു ഗവൺമെന്റിന് കീഴിൽ അവർക്ക് ഈ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാൻ കഴിയുന്നത്? ഈ നിയമ നിർവ്വഹണം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്? ഇവിടെ ഒരു MLA വളരെ മോശമായ അസഭ്യവർഷങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സബ് കളക്ടർക്കെതിരെ നടത്തിയത് കൊണ്ടല്ലേ ഇത്രയധികം ഈ വിഷയം കേരളം മുഴുവൻ ചർച്ച ചെയ്ത് ദൃശ്യപത്രമാധ്യമങ്ങളിൽ ഈ വാർത്തകൾ വന്നത് മുതൽ ഈ സബ് കളക്ടർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ സ്വീകരിച്ചത്. ആ നിലപാടുകൾ സ്വീകരിച്ചത് കണ്ടുകൊണ്ടാണ് CPM-ന് വിശദീകരണം ചോദിക്കേണ്ടി വന്നത് MLA-യോട്. ഈ MLA ഇപ്പോൾ മാത്രമല്ല, ഇതിനു മുമ്പും നിരവധി പ്രാവശ്യം ഇതുപോലെ വളരെ മോശമായ ഭാഷയിൽ ആളുകളോട് സംസാരിച്ച ആളുകളാണ്. KN ഗോപിനാഥ്, അതാണ് ഇത്തരത്തിൽ നിലപാടുകൾ സ്വീകരിക്കുന്ന IAS ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്രയധികം മോശമായ ഭാഷയിൽ സംസാരിക്കാനൊക്കെ ആരാണ് ഇവർക്കൊക്കെ ഒരു റൈറ്റ് കൊടുക്കുന്നത്? പ്രത്യേകിച്ചും എന്താണ് രേണുരാജ് ചെയ്തത് എന്തായിരുന്നു? ഈ കെട്ടിട നിർമ്മാണത്തിന് ഒരു സ്റ്റോപ്പ് മെമ്മോ, ആ സ്റ്റോപ്പ് മെമ്മോ നടത്തിയതാണല്ലോ. അത് പ്രത്യേകിച്ചും കോൺഗ്രസ് പഞ്ചായത്തിൽ, ആ പഞ്ചായത്തിൽ നടത്തിയ ഒരു കെട്ടിട നിർമ്മാണത്തിന് രേണുരാജ് സ്റ്റോപ്പ് മെമ്മോ നൽകുന്നു. പക്ഷേ
അതിന് പിന്തുണയുമായി എത്തുന്നതാണ് എസ് രാജേന്ദ്രൻ MLA. പക്ഷെ അതിന്റെ കുറ്റം മുഴുവൻ രേണുരാജ് IASന്റെ ചുമലിലേക്ക് വരുന്നു. ഒരു സ്ത്രീയായ ഉദ്യോഗസ്ഥയെ ഇത്രയധികം മോശം പരാമർശങ്ങളോടുകൂടി നേരിടാൻ മാത്രം അദ്ദേഹം നിൽക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമുണ്ടല്ലോ, പ്രത്യേകിച്ചും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടി ഭരണകക്ഷി MLA. ഇതിനെയൊക്കെ ഒരു താക്കീത് കൊണ്ടോ ശാസന കൊണ്ടോ മാത്രം നേരിടേണ്ട ഒരു കാര്യമാണോ? പ്രത്യേകിച്ചും ഇത് ആദ്യമായല്ല. ഇടുക്കിയിൽ ഇതിനു മുമ്പും അത് നാട്ടുഭാഷയെന്നും നാട്ടുശൈലിയെന്നും ഒക്കെ പറഞ്ഞ് ലഘൂകരിക്കാൻ ശ്രമിച്ചാലും പിന്നീടും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇതുപോലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഭാഷാ പ്രയോഗങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ളതാണ് സത്യം. അല്ല, നമ്മൾ ആ വിഷയത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഒന്ന് രാജേന്ദ്രൻ എന്ന് പറയുന്ന MLA, അദ്ദേഹം ഞാൻ നേരത്തെ ഒരു മാധ്യമത്തിൽ പറഞ്ഞതാണ്, ഒരു തമിഴ് കലർന്ന മലയാളം സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ അങ്ങനത്തെ ഒരു രീതിയാണ്. ഒന്നത്. രണ്ട്, അതുകൊണ്ട് ഞാൻ ന്യായീകരിക്കുകയല്ല കേട്ടോ. അതുകൊണ്ട് അവൾ എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു സബ് കളക്ടറെ ബുദ്ധിയില്ലാത്തവളെന്ന് പറയുക, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് നേരിട്ട് അവരോട് പറയുകയല്ല ചെയ്തത്. ആരോ വന്നിവിടെ സ്റ്റോപ്പ് മെമ്മോ തന്നു, ആരാ സ്റ്റോപ്പ് മെമ്മോ തന്നത്, അവൾ ആരാ എന്നുള്ള മട്ടിൽ ചോദിച്ചു എന്നാണ് നമുക്ക് ആ ക്ലിപ്പിങ്ങിലൂടെ, വീഡിയോ ക്ലിപ്പിങ്ങുകൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളൊരു കാര്യം. എന്താണെങ്കിലും രാജേന്ദ്രൻ്റെ ആ നടപടി ഒരു MLA എന്നുള്ള നിലയിൽ ശരിയായ നടപടിയല്ല. CPMൻ്റെ പ്രതിനിധിയായ രാജേന്ദ്രൻ്റെ ഭാഗത്താണ് അത്തരത്തിലുള്ളൊരു, പ്രത്യേകിച്ചൊരു സ്ത്രീയായിട്ടുള്ള അവരെ ഇങ്ങനെ അപമാനിക്കുന്ന വിധത്തിലേക്കുള്ള അവരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള അപമാനകരമായൊരു സംഗതി സംബന്ധിച്ചത് CPMൻ്റെ പ്രതി എന്നുള്ളത് CPMൻ്റെ മുഖത്തെ കരിവാരി തേക്കുന്ന ഒരു നടപടിയായി പോയി. അതുകൊണ്ടാണ് ശക്തമായ നടപടി ആ കാര്യത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞാൽ മേലിൽ ആരും അത്തരം കാര്യങ്ങൾ ചെയ്യരുത്. പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത വാക്കുകളൊന്നും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇക്കാലത്തൊന്നും നമുക്ക് യുക്തിഭദ്രമാണെന്നുണ്ടെങ്കിൽ എന്തിനാ കൊഞ്ഞനം കുത്തി കാണിക്കുന്നത്? യുക്തിഭദ്രമായിരിക്കണം. അതിനാവശ്യമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യുക്തിഭദ്രമല്ലല്ലോ കാര്യങ്ങളൊന്നും. അതുകൊണ്ടാണല്ലോ ഇതിനിപ്പോൾ പ്രത്യേകിച്ച് ഹൈക്കോടതി ഈ കെട്ടിട നിർമ്മാണം സ്റ്റേ ചെയ്യേണ്ടി വന്നത്. അതായത് എന്താണ്, കളക്ടർ ഉൾപ്പെടെയുള്ളവർ സബ് കളക്ടറെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. നിയമസഭയിൽ പോലും റവന്യൂ മന്ത്രി സബ് കളക്ടറെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. അവിടെയാണ് എസ് രാജേന്ദ്രൻ MLA ഇത്തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ കൊണ്ട് ആ IAS ഉദ്യോഗസ്ഥയെ നേരിടുന്നത്. അല്ല, രാജേന്ദ്രനെ അവിടെ MM മണി സഖാവ് പോലും ന്യായീകരിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടാണ് അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് രാജേന്ദ്രൻ്റെ വിശദീകരണം തൃപ്തികരമല്ല എന്ന് തീരുമാനിക്കുകയും രാജേന്ദ്രൻ മറുപടി പറഞ്ഞ അങ്ങനെ അവർക്ക് ഒരു പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ ഖേദമായി കണക്കാക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കെങ്കിലും പ്രയാസം എന്നെല്ലാം പറഞ്ഞതിനെ പാർട്ടി വീണ്ടും വിമർശിച്ചിട്ടുണ്ട്. രാജേന്ദ്രൻ്റെ ആ മറുപടി പോലും ശരിയല്ല എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട്. അതുമ്മേ പാർട്ടി നടപടി സ്വീകരിക്കട്ടെ. എന്താണെങ്കിലും അത് താക്കീതാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അത് അവർ തീരുമാനിക്കുന്നതനുസരിച്ച് വരട്ടെ. അത് രാജേന്ദ്രനെ പോലുള്ള ആളുകൾക്ക് ഭാവി പ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു കരുതലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ ആളുകളെ സംബോധന ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതി ഉണ്ടാവണം. അല്ലാതെ യുക്തി പൊട്ടിക്കഴിയുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന പോലെ ചീത്ത പറയുക, അങ്ങനെയുള്ള സമീപനം സ്വീകരിക്കരുത്. ഞാൻ തീർന്നില്ല. എത്ര വനിതാ മതിൽ നടത്തിയാലും എത്ര വനിതകളെ കൊണ്ട് സംഘടിപ്പിച്ചാലും ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി ഈ മൂന്നാറിൽ നിന്ന് വന്ന തോട്ടം തൊഴിലാളികളെ കൊണ്ട് അങ്കമാലി മുതൽ നിങ്ങൾ എടപ്പള്ളി വരെ നിങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയ ആളുകളല്ലേ ഈ വനിതാ മുതലിൽ. നിങ്ങൾ എന്താ പറഞ്ഞത്? സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചാണ്. സ്ത്രീകളോട് നന്നായി പെരുമാറണമെന്നും അവരെ ബഹുമാനിക്കണമെന്നും പറഞ്ഞ ആളുകൾ ഏറ്റവും പരിമിതമായ സാഹചര്യങ്ങളിൽ, ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ നിന്നൊരു കുടുംബത്തിൽ നിന്ന് വന്ന് നന്നായി പഠിച്ച് ഉയർന്ന റാങ്ക് വാങ്ങി, 2ാം റാങ്ക് വാങ്ങിയാണ് സിവിൽ സർവീസിൽ ശ്രീ രേണുരാജ് വന്നത്. ആ വന്ന രേണുരാജിനെ നിങ്ങൾ വെറുതെ ഒരു IASന് പഠിച്ച ആളുകളാണ്, ജനങ്ങളുമായി ബന്ധമില്ലാത്തവളാണ്, ഇവൾ ആരാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ ഭാഷയിൽ ഈ അധിക്ഷേപിക്കുന്ന ആളുകൾ ഈ ആളുകളാണ് വനിതാ ശാക്തീകരണം നടപ്പിലാക്കുന്നത്. ഈ വിഷയത്തിലാണല്ലോ ഇടതുമുന്നണി ഒന്നടങ്കം തന്നെ എസ് രാജേന്ദ്രനെ തള്ളി പറയുകയുണ്ടായിരുന്നു. അതിൽ ആരും തന്നെ എസ് രാജേന്ദ്രനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമയല്ല അദ്ദേഹം ചോദിച്ചത്, ഖേദം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? താൻ ചെയ്തത് തെറ്റാണ് എന്ന് ജനം മുഴുവൻ പറയുന്നു. ഒരാൾ പോലും പാർട്ടി ജില്ലാ സെക്രട്ടറിയോ പാർട്ടിയുടെ മുഖ്യമന്ത്രിയോ അവിടുത്തെ തന്നെ മന്ത്രിയായിട്ടുള്ള ശ്രീ MM മണിയുടെ വാക്കുകളൊക്കെ നിങ്ങൾ പറയുന്നത് പോലെ പ്രാദേശികമായിട്ടുള്ള ഭാഷകൾ ഉപയോഗിക്കുന്ന മുൻകാലങ്ങളിൽ പെമ്പിളെ ഒരുമയെക്കുറിച്ചൊക്കെ വളരെ മോശമായ ഭാഷയിൽ പറഞ്ഞ MM മണി പോലും അദ്ദേഹത്തെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്ഷമ പറയാൻ പോലുമുള്ള ഒരു മനസ്സ് കാണിക്കാത്ത, അസഹിഷ്ണുതയുള്ള
ഈ ആളുകളാണ് ഇപ്പോഴും ശ്രീ കെ എൻ ഗോപിനാഥനെ പോലെയുള്ള ആളുകൾ വളരെ ഉയർന്ന രീതിയിൽ ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോഴും ഉത്തരവാദിത്തപ്പെട്ട എനിക്ക് തോന്നുന്നു 3ാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം MLA ആകുന്നത്. അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതല്ലേ സത്യം? അല്ല, മുഹമ്മദ് ഷിയാസെ ഒന്ന് പറഞ്ഞോട്ടെ. മുഹമ്മദ് ഷിയാസ് കുറേ അധികം കാര്യങ്ങളായി പറയുന്നു. മുഹമ്മദ് ഷിയാസെ, സ്ത്രീകളുടെ കാര്യത്തിൽ കോൺഗ്രസിന് കാര്യമായി ഒന്നും പറയാനില്ല കേട്ടോ. ഞാനത് വളരെ വ്യക്തമായി പറയാം. ഞാൻ പറയാം. അല്ലല്ല, യുവതികളായിട്ടുള്ള കോൺഗ്രസിന്റെ തന്നെ അഖിലേന്ത്യാ നേതൃത്വത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളവരെ ഒരു രാത്രി കൊണ്ട് വെട്ടി നുറുക്കി അങ്ങനെ ഇനി ഞാൻ പറയട്ടെ അല്ലല്ല ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ പോലും പി ശശിയെ പോലെയുള്ള ആളുകളെ അല്ല, നിങ്ങളിങ്ങനെ ശബ്ദം ഉയർത്തി പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പറയാൻ അനുവാദം തരണ്ടേ? മറ്റുള്ളവർക്ക് പറയാൻ അനുവാദം തരണ്ടേ? അവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന നിങ്ങളിങ്ങനെ രാഷ്ട്രീയ പ്രസംഗം നടത്തല്ലേ? നിങ്ങൾ ഇതൊരു ചാനൽ ചർച്ചയാണ്. ഇതൊരു ചാനൽ ചർച്ചയാണ്. അതിന്റെ സഭ്യതകൾ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഇതിനോടകം തന്നെ നടപടി സ്വീകരിക്കാനുള്ള ഇതിലേക്ക്, അതായത് പ്രത്യേകിച്ചും LDF പൂർണ്ണമായും എസ് രാജേന്ദ്രനെ ഈ വിഷയത്തിൽ തള്ളി പറഞ്ഞു. രേണുരാജിനെ അധിക്ഷേപിച്ച നിലയിൽ അത്തരത്തിൽ പരാമർശങ്ങൾ നടത്തിയ എസ് രാജേന്ദ്രനെ യാതൊരു തരത്തിലും സംരക്ഷിക്കുന്ന നിലപാടല്ല CPM സ്വീകരിച്ചിരിക്കുന്നത്, ഇടതുമുന്നണി സ്വീകരിച്ചിരിക്കുന്നത്. ഇനി അക്കാര്യത്തിൽ പ്രത്യേകിച്ച് CPM-നെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇടതുമുന്നണിയെ കുറ്റപ്പെടുത്താനോ മറ്റൊന്നും തന്നെ ഇല്ലല്ലോ. പക്ഷേ ആ പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഖേദപ്രകടനം അത് മാത്രമായിരിക്കും കോൺഗ്രസിന് മുന്നോട്ട് വെക്കാനുണ്ടാകുന്ന ആരോപണം. ഇതിലൊക്കെ തന്നെയും, അതായത് താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ഖേദപ്രകടനമോ അല്ലെങ്കിൽ രേണുരാജിന് എതിരെ ഉണ്ടായ ഈ അധിക്ഷേപമോ ഒന്നുമല്ലോ. ഇതിനൊക്കെ കാരണമായത് ഈ ഗ്രാമപഞ്ചായത്ത് നടത്തിയ കെട്ടിട നിർമ്മാണമാണല്ലോ. ഈ കെട്ടിട നിർമ്മാണത്തിന് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ വരുമ്പോൾ അതിൽ സ്വാഭാവികമായും പ്രതികൂട്ടിലാകുന്നത് എങ്ങനെയാണ് കോൺഗ്രസ് എന്നുള്ളത് ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ശ്രീ CR നീലകണ്ഠൻ, ഇത്തരത്തിലുള്ള താക്കീതുകൾ കൊണ്ട്, ഇത്തരത്തിലുള്ള ഖേദപ്രകടനങ്ങൾ കൊണ്ടൊക്കെ തന്നെയും മൂന്നാറിൽ ഇനിയെങ്കിലും ഉദ്യോഗസ്ഥർക്ക് സ്വാഭാവികമായ രീതിയിൽ അവരുടെ ഉത്തരവാദിത്തം ചെയ്തു തീർക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കണം. എനിക്ക് കാര്യമായൊരു പ്രതീക്ഷയില്ല. അതിനെന്താ കാര്യമെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ 2007 മുതൽ മൂന്നാറിനെ കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അതിന് മുമ്പുള്ള നടപടികൾ, അതിനുശേഷമുള്ള നടപടികൾ, കോടതി ഉത്തരവുകൾ, സർക്കാരിൻ്റെ ഉത്തരവുകൾ, നിവേദിത പി ഹരനെ പോലെയുള്ള ആളുകളുടെ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ രാജമാണിക്യത്തിൻ്റെ റിപ്പോർട്ട് ഒരുപാട് വന്നിട്ടുണ്ട്. ഇതൊന്നും നടപ്പാക്കാൻ കഴിയാത്ത തരത്തിൽ മൂന്നാർ മാത്രമല്ല പല സ്ഥലത്തും അനുബന്ധ വില്ലേജുകളിലും ടൂറിസം കേന്ദ്രങ്ങളിലും നിരന്തരം നിയമലംഘനം നടക്കുകയാണ്. ആ നിയമലംഘനങ്ങൾ റെഗുലറൈസ് ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ പല കാര്യങ്ങളും പോണത്. ഇപ്പോൾ തീർച്ചയായിട്ടും രാജേന്ദ്രനെതിരെ നടപടി എടുക്കും എന്ന് പറയുന്ന നടപടിയിൽ ഞാൻ സന്തോഷിക്കുന്ന ഒരു നല്ല കാര്യമാണ്. പക്ഷേ അത് എത്രത്തോളം പോകുമെന്നും അത് രാജേന്ദ്രനെ എത്രത്തോളം മാറ്റുമെന്നും അപർണ ചോദിച്ചതുപോലെ ഇനി ഉദ്യോഗസ്ഥർക്ക് അവിടെ മാനമര്യാദയായിട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളതും ഒക്കെ വരാൻ പോണ കാര്യമാണ്. അത് എനിക്ക് നിയമം മൂന്നാറിൽ നടപ്പാകും എന്നൊരു ഉറപ്പ് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ നേരത്തെ ഷിയാസ് ചോദിച്ചു, PS-ൻ്റെ കാലത്ത് നിന്ന് 94 കെട്ടിടടിച്ചു, അത് കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് പോയില്ല. അത് നമുക്കൊക്കെ അറിയാലോ. പക്ഷെ അതിനുശേഷം വന്ന് UDF കാലത്ത് ഒരു ഇഞ്ച് മുമ്പോട്ട് പോയില്ല. അതിനുശേഷം വന്ന് LDF-ൻ്റെ കാലത്ത് പോയില്ല. ഇതാ ഞാൻ പറഞ്ഞുള്ളൂ. UDF-ൻ്റെ കാലത്ത് അവിടെ ഒരുപാട് റിസോർട്ടുകൾ ഉയർന്നിട്ടുണ്ട്, LDF-ൻ്റെ കാലത്ത് അവിടെ ഒരുപാട് റിസോർട്ടുകൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാറിൽ പോകുന്ന ആർക്കും കാണാം, റിസോർട്ട് ഇപ്പോഴും പണി നടക്കുന്നു, നിയമലംഘനം. അതുകൊണ്ട് മൂന്നാർ രക്ഷപ്പെടുമെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. രാജേന്ദ്രൻ എന്തൊക്കെ കുഴപ്പമുണ്ടാവുക എന്നുള്ളത് പാർട്ടിക്ക് തീരുമാനിക്കാം. പക്ഷെ മൂന്നാറിന്റെ കാര്യത്തിൽ ശ്രീ കെ എൻ ഗോപിനാഥ് അത് തന്നെയാണ്. കാരണം മൂന്നാറിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ മൂന്നാറിലെ അനധികൃത നിർമ്മാണങ്ങൾ തടയാൻ ഈ സർക്കാരിന്, ഈ ഭരണകൂടത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിനോടകം തന്നെ 2 വർഷം പിന്നിട്ട് കഴിഞ്ഞല്ലോ. എന്നിട്ടും മൂന്നാറിൽ അന്ന് മൂന്നാർ ദൗത്യം ഉണ്ടായെങ്കിൽ ആ മൂന്നാർ ദൗത്യത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നീട് വന്ന ഒരു സർക്കാരും മുന്നോട്ട് പോയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുത ഇവിടെ തന്നെ നിൽക്കുകയാണ്. മൂന്നാറില് ഒരു ജനത അവിടെ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് മറന്നുകൊണ്ടുള്ള ഒരു നിലപാട് ഒരു കാരണവശാലും മൂന്നാറിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ കഴിയില്ല. VS അച്യുതാനന്ദൻ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവിടെ നമ്മൾ കെട്ടിടങ്ങൾ ഇടിച്ച് നിരത്തി വളരെ ആഘോഷപൂർവ്വമായിട്ട് നമ്മളെല്ലാം കണ്ടതിനെ ഞങ്ങൾ പാർട്ടി എന്നുള്ള നിലയിൽ, CPM എന്നുള്ള നിലയിൽ, VS-ൻ്റെ പാർട്ടി തന്നെയായിട്ടുള്ള ഈ പാർട്ടി അതിനെ കാണാതെ പോവുകയല്ല ചെയ്തത്.
അവിടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തർക്കങ്ങൾ വന്നു. ആ തർക്കങ്ങൾ അത് എക്സ്ട്രീമായിട്ട് വേറെ ചില കേന്ദ്രങ്ങളിലേക്ക് പോയി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അനധികൃത കയ്യേറ്റത്തിന് പുറത്താണെങ്കിൽ പോലും യഥാർത്ഥത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും തച്ചുടയ്ക്കുന്ന വിധത്തിലേക്ക് ആ ഉദ്യോഗസ്ഥന്മാർ കയറൂരി വിട്ടതുപോലെ ഉള്ള ഒരു പെരുമാറ്റം വന്നപ്പോൾ മൂന്നാറിലെ ജില്ലാ പാർട്ടിയുടെ ഭാഗത്ത് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് വിമർശനം വന്നപ്പോൾ അന്ന് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ CPIM അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രായോഗിക നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അനധികൃത നിർമ്മാണങ്ങളെല്ലാം അവിടെ അനുവദിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് VSന്റെ അന്നത്തെ കാലത്തെ നടപടികളെ പൂർണ്ണമായി തള്ളിക്കളയല്ല ചെയ്തത്. അടിക്കാടുകളടക്കം അവിടുത്തെ ഏലക്കാടുകളുടെ അടിക്കാടുകളിൽ ഏലം കൃഷി ചെയ്യാനുള്ള അനുവാദം പോലെ തന്നെ അവിടെ മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ സംരക്ഷിക്കാനും ഒക്കെ കഴിയുന്ന വിധത്തിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആ റിപ്പോർട്ട് പാർട്ടി കമ്മിറ്റി പ്രസിദ്ധീകരിച്ചതുകൂടിയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒന്നും യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ എല്ലാവരും ഉദ്യോഗസ്ഥന്മാർ ഒരു തരത്തിലും വിമർശിക്കാൻ പറ്റുന്നവരല്ല. അവർക്കൊരു വിമർശനത്തിനൊക്കെ അതീതരാണ് അവർ എന്നൊന്നും കാണേണ്ട കാര്യമില്ല. നിയമപരമല്ലാത്ത കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്താൽ സ്വാഭാവികമായിട്ടും ആ ചോദ്യം ചെയ്യലിനെ മാനിക്കാൻ തയ്യാറാവണം. നിയമത്തിന് വിധേയമായിക്കൊണ്ട് കാര്യങ്ങൾ നടത്താനുള്ള സാമാന്യ മര്യാദ കാണിക്കണം. അതിനു പകരം ശബ്ദമുയർത്തി ബഹളമുണ്ടാക്കി കയ്യൂക്ക് കാണിച്ചുകൊണ്ട് ഞാൻ എന്തും ചെയ്യുമെന്ന് കണക്കാക്കിക്കൊണ്ട് ഒരു പെരുമാറ്റം നടത്തുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ ഈ പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിൽ MLAയുടെ ഭാഗത്തുനിന്നുണ്ടായ നടപടി അങ്ങനെയാണ് വന്നത്. അത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രീയ എന്നുള്ള നിലയിൽ ഒരുമിച്ച് നിന്നാണ് കേരളത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണം ഇല്ലാതെ ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണവും ഗവൺമെൻറ്റും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് കേരളത്തിനകത്ത് വേണ്ടത്. അതിലാണ് ജനങ്ങൾ നീതി പ്രതീക്ഷിക്കുന്നത്. ആ ജനാധിപത്യ സംവിധാനത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നടപടി ആരുടെ നിർഭാഗ്യവശാൽ അതവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് സർ ഇപ്പോഴത്തെ പ്രശ്നം. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് പോലും സൂചിപ്പിക്കുന്നത് അക്കാര്യമാണ്. അതായത് ഉദ്യോഗസ്ഥർക്ക് അവിടെ സുഗമമായി ജോലി ചെയ്യാൻ കഴിയുന്നില്ല, ഭൂമി കയ്യേറ്റങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതിനൊക്കെ അനുവാദം ഉണ്ടാവും. ഗവൺമെന്റ് ആ കാര്യത്തിൽ മതിയായ സൗകര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്തു കൊടുക്കും. ഈ കയ്യേറ്റക്കാർക്കും ഈ വൻകിട കുത്തക മുതലാളിമാർക്കും അനുകൂലമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും ഈ ഉദ്യോഗസ്ഥന്മാർക്ക്. അതല്ലാതെ സ്വീകരിക്കാൻ പറ്റാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അവരെ ചോദ്യം ചെയ്താൽ അവർക്ക് മൂന്നാറിൽ ഇരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന് ആവശ്യമാണ്. ഇപ്പോൾ രേണുരാജിന്റെ അനുഭവത്തിൽ നിന്നെങ്കിലും അത്തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ശ്രീ CR നീലകണ്ഠൻ, മുഹമ്മദ് ഷിയാസ്, KN ഗോപിനാഥ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് നൈറ്റ് പൂർണ്ണമാകുന്നു.